الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله أمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. يا قديم الإحسان اللهم يا علي يا عظيم يا حليم يا عليم أنت ربي وعلمك حسبي فنعم رب ربي ونعم الحسب حسبي. تنصر من تشاء وأنت العزيز الرحيم. نسألك العصمة في الحركات والسكنات والكلمات والإرادات. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما إن كان من المقربين فروح وريحان وجنة نعيم. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. صدق الله العلي العظيم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. بابا مالك കറുത്തുപോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി. മൗത്തിന് നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെന്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.
الصلاة والسلام عليك يا حبيب الله ഹൗദിന് പാനവും നൽകണേ ഞങ്ങൾ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണ് നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഈ ധന്യമായ സദസ്സ് സ്വാഗതം നടത്തിയ പ്രിയപ്പെട്ട മഹലിന്റെ ജോയിന്റ് സെക്രട്ടറി സ്വാദിഖ് സാഹിബ്, അധ്യക്ഷൻ KKC അബൂബക്കർ ഹാജി, ധന്യമായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മഹല്ല് ഖത്തീബ് ഉസ്താദ് അബ്ദുൽ നാസർ ബാഖവി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമായ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ റാഹത്തോടെ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോട് കൂടെയുള്ള മരണം തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു അവരുടെയൊക്കെ ഖബറിടം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സാധുക്കൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയത്ത് ചെയ്തവരടക്കമുള്ളവർ, അല്ലാഹു അവരുടെയൊക്കെ രോഗത്തിന് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹല്ലിന്റെ ഇത്രയേറെ സുന്ദരമായ 45-ാം വാർഷിക ദിക്ർ വാർഷിക സമ്മേളനത്തിൽ ഇതിന്റെ ഭാരവാഹികൾ, ഈ ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കൂടുതലായി ആമുഖം നെട്ടിപ്പരത്തി പറയാതെ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നീ കാലഘട്ടത്തിൽ തികച്ചും അന്യർത്ഥമായി പോകുന്ന ഈ ലോകത്തേക്ക് പടച്ച റബ്ബ് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളും സുഖങ്ങളെല്ലാം നൽകി എന്തിനു വേണ്ടിയിട്ടാണോ അവരെ ഇവിടെ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കി വിട്ടത്, അവസാനം ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹമായി ഇന്നിന്റെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം മറക്കുന്ന വിശ്വാസി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ എന്താണ് ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ എത്താൻ ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം, ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക, എവിടെയാണ് നമ്മുടെ വഴി പിഴച്ചു പോയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ആ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ ഒരു മാനവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെരിയമൂലയിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്കിടയിൽ അല്ലാഹു സൃഷ്ടിക്കപ്പെട്ട ഒരു ദ്വീപിന്റെ നടുവിൽ ഒരു മനുഷ്യനെ അല്ലാഹു ജനിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് വളർന്നു വരികയാണ്. ചുറ്റും നോക്കിയാൽ തിരമാലകൾ അലയടിച്ചു വരുന്ന കടലല്ലാതെ, സമുദ്രമല്ലാതെ
മറ്റൊന്നും കാണാത്ത ഈ മനുഷ്യൻ ഏകദേശം 500 വർഷക്കാലത്തോളം ഈ ദ്വീപിൽ ഈ മനുഷ്യൻ അല്ലാഹു ആയുസ് നൽകി പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. 500 വർഷക്കാലത്തോളം ഈ മനുഷ്യൻ ആ ദ്വീപിൽ ജീവിക്കുമ്പോഴും ഒരു മോശപ്പെട്ട പ്രവർത്തനത്തിലേക്കോ അനാവശ്യമായ മറ്റു പ്രവർത്തനങ്ങളിലേക്കോ ഏർപ്പെടാതെ അല്ലാഹു നൽകിയ ആയുസ്സിൽ എല്ലാ സമയത്തും നേരം വെളുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിച്ച് രാത്രിയായാൽ അല്ലാഹുവിനെ ഇബാദത്ത് മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഹലാലായ ഭക്ഷണം മാത്രം, മറ്റൊന്നും കഴിക്കാനില്ല. ആ ദ്വീപിൽ അല്ലാഹു ആ മനുഷ്യന് ചെറിയൊരു അരുവി നൽകി. ആ അരുവിയിൽ നിന്ന് അദ്ദേഹം വെള്ളം കുടിക്കും വിശക്കുമ്പോ, ദാഹിക്കുമ്പോ. ഇനി വിശക്കുമ്പോഴാകട്ടെ അവിടെ അല്ലാഹു ഒരു വൃക്ഷം നൽകി. ആ വൃക്ഷത്തിൽ നിന്ന് ആ മനുഷ്യൻ പഴങ്ങൾ ഭക്ഷിക്കും. മറ്റൊരു ഹറാമിന്റെ ഭക്ഷണം പോലും തന്റെ ശരീരത്തിലേക്ക് കടന്നു വരാതെ ആ മനുഷ്യൻ 500 വർഷക്കാലത്തോളം ആരാരുമില്ലാത്ത ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു മനുഷ്യന്റെയും സ്പർശനമേൽക്കാതെ, ഒരാളോടും ഒരു സംസാരമില്ലാതെ, ഒരാളോടും ഒരു വെറുപ്പില്ലാതെ, ഒരാളോടും ഒരു ദേഷ്യമില്ലാതെ ഈ ദ്വീപിന്റെ പക്ക നടുവിൽ ആ മനുഷ്യൻ 500 വർഷക്കാലത്തോളം അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്ത ആ മനുഷ്യൻ, അദ്ദേഹത്തിന് മറ്റൊരു പണിയുമില്ല. അല്ലാഹു നൽകിയ ആയുസ്സിന്റെ ഓരോ സെക്കൻഡിലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു പ്രവർത്തനത്തിലേക്കും ആ മനുഷ്യൻ കടന്നുപോയിട്ടില്ല. അദ്ദേഹം ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്, നോമ്പിലാണ്, മറ്റുള്ള സൽക്കർമ്മങ്ങളിലാണ്. ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല 500 വർഷക്കാലം കഴിഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ മനുഷ്യനെ റൂഹ് പിടിച്ചു വരാൻ പറഞ്ഞു. പിന്നീട് അല്ലാഹുവിന്റെ മുമ്പിൽ ആ മനുഷ്യനെ അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ആ സമയത്ത് അല്ലാഹു ആ മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, 500 വർഷക്കാലം നിനക്ക് ഞാൻ ആയുസ് തന്നിട്ട് ആ ആയുസ്സിൽ നീ എനിക്ക് ആരാധനയല്ലാതെ മറ്റൊന്നും നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ വഴിയിലൂടെ അല്ലാതെ നീ നടന്നിട്ടുമില്ല. അതുകൊണ്ട് നിനക്ക് പകരം തരാൻ പോകുന്നത് എന്റെ റഹ്മത്ത് കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ഈ സ്വർഗമാണ് നിനക്ക് തരാനിരിക്കുന്നത് എന്ന് ആ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മനുഷ്യന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ സ്വർഗമാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിനല്ലാതെ ആ മനുഷ്യൻ പണിയെടുത്തിട്ടില്ല. അവന്റെ ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും അല്ലാഹ് എന്ന ചിന്തയല്ലാതെ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ജീവിച്ചു തീർത്ത 500 വർഷക്കാലവും അല്ലാഹുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ്. ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ പക്കലെത്തിയപ്പോ അല്ലാഹു പറഞ്ഞത്, എന്റെ കാരുണ്യം കൊണ്ട്, എന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുക. എന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുക. അല്ലാഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ടല്ല, ഞാൻ ചെയ്ത ഇബാദത്തുകൾ കൊണ്ട്, ഞാൻ ചെയ്ത നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഞാൻ ചെയ്ത ഇബാദത്തുകൾ കൊണ്ട് എന്നെ നിന്റെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കണേ റബ്ബേ. എനിക്ക് തന്റെ ഔദാര്യമൊന്നും ആവശ്യമില്ല, എനിക്ക് തന്റെ ഔദാര്യമൊന്നും ആവശ്യമില്ല. എന്റെ ഇബാദത്ത്, ഞാൻ ചെയ്തു പോയ ഇബാദത്തുകൾ കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കടത്തിയയക്കണമെന്ന് ആ മനുഷ്യൻ ധിക്കാരപൂർവ്വം അല്ലാഹുവോട് പറയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലേ, അദ്ദേഹം പറയുന്നത്, ആ മനുഷ്യൻ പറയുന്നത്, എന്റെ അടിമ പറയുന്നത്, അവന്റെ ഇബാദത്തുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാണ്. ഞാൻ അവന് ചെയ്തു കൊടുത്ത നന്മകളൊന്നും ഞാൻ അവന് ചെയ്തു കൊടുത്ത നന്മകളെ കുറിച്ച് അവനക്ക് വലിയ എന്റെ റഹ്മത്തിന് പകരമായി അവനോട് സ്വർഗത്തിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷേ അവനക്ക് ആവശ്യമായത് അവന്റെ ഇബാദത്തുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ, ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, അവന്റെ ഇബാദത്തുകൾ കാരണമാക്കി സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ റഹ്മത്ത് അവിടുന്ന് മാറ്റിവെക്കുക. അവന്റെ ഇബാദത്തുകൾ ഒരു തുലാസിന്റെ തട്ടിൽ വെക്കുക. ഞാൻ അവന് നൽകിയ റഹ്മത്തിൽ നിന്ന് അവന്റെ കണ്ണെടുത്തിട്ട് മറ്റൊരു തട്ടിലും വെക്കുക. എന്റെ കാരുണ്യമായ, എന്റെ റഹ്മത്തായ കണ്ണെടുത്തിട്ട് മറ്റൊരു തട്ടിലും വെക്കുക. എന്നിട്ടൊന്ന് തൂക്കി നോക്കണേ ജിബ്രീൽ. എങ്ങാനും കണ്ണെങ്ങാനും കൂടുതൽ തൂങ്ങുകയാണെങ്കിൽ, കണ്ണിനെങ്ങാനും കുറവായിട്ട് തന്റെ റഹ്മത്തിൽ നിന്ന് കുറവായി അവന്റെ ഇബാദത്തുകൾ കൂടുതലായി തൂങ്ങുകയാണെങ്കിൽ അവനെ നീ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചുകൊള്ളുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യന്റെ ഇബാദത്തുകളും അല്ലാഹു നൽകിയ കണ്ണും എടുത്ത് തൂക്കി നോക്കുകയാണ്. ഒരിക്കലും പൊന്തുന്നില്ല.
ഇബാദത്തിന്റെ കണ്ണിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആ മനുഷ്യന് കാര്യം ബോധ്യമായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇത്രയേറെ കാലം ഞാൻ ആരാധിച്ചിട്ടും എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. 500 വർഷക്കാലം മനുഷ്യനെ അല്ലാഹു വേണ്ടി ഇബാദത്ത് ചെയ്തു, എന്നിട്ടും ആ ലക്ഷ്യത്തിലേക്ക് ആ മനുഷ്യനെത്താൻ കഴിഞ്ഞില്ല. എന്ത് വേണം? അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം, അനുഗ്രഹം വേണം. അതില്ലാതെ ആ മനുഷ്യനെ എന്നല്ല ലോകത്തൊരു മനുഷ്യനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല, അല്ലാഹുവിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച്, സുബ്ഹി നമസ്കരിച്ച്, അത് കഴിഞ്ഞ് ദുഹാ നിസ്കരിച്ച്, മറ്റുള്ള എല്ലാ സൽക്കർമ്മത്തിലേക്കും പോയി നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ് നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സുന്ദരമായി നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമെന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ കൊണ്ടല്ല, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് പടച്ച റബ്ബ് നാളെ നമ്മളെ അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇതുപോലെ ആ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം പറയാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ 1-2 ഉദാഹരണം ഞാൻ സൂചിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് അല്ലാഹു നമുക്ക് സുന്ദരമായി ജീവിക്കാനുള്ള ശരീരം അല്ലാഹു നമുക്ക് നൽകി. അല്ലാഹു തന്ന അനുഗ്രഹം എത്രയാണ്! ആ ശരീരത്തിൽ ഒരൊറ്റ അവയവം മാത്രം ഞാൻ എടുക്കുകയാണ്, വൃക്ക എന്ന് പറയുന്ന ഒരു അവയവം. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോഴൊക്കെ പലപ്പോഴായിട്ട് കാണുന്ന വാർത്തകളാണ് വൃക്ക മാറ്റിവെക്കുക, ഡയാലിസിസ് ചെയ്യാം. മീഡിയകളും ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ തുറന്ന് നമ്മൾ കാണുന്നത് ഓരോ ആളുകൾ വീഡിയോ ചെയ്യാൻ വർഷങ്ങളോളമായി ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ. അല്ലാഹുവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ, അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വൃക്ക എന്ന് പറയുന്ന ഒരു അവയവം ഏകദേശം 9 സെന്റിമീറ്റർ നീളമുള്ള, 11 സെന്റിമീറ്റർ വീതിയുള്ള, 140 ഗ്രാം തൂക്കമുള്ള ഒരു പയറുമണിയുടെ രൂപത്തിൽ അല്ലാഹു നമ്മുടെ നട്ടെല്ലിന്റെ 2 ഭാഗത്തായി വെക്കപ്പെട്ട ആ വൃക്ക എന്ന് പറയുന്ന ആ അവയവം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കാം. ഒരു മനുഷ്യൻ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യൻ 1.5 ലിറ്റർ മൂത്രമാണ് പുറത്തേക്ക് കളയുന്നത്. 1.5 ലിറ്റർ മൂത്രം. ആ 1.5 ലിറ്റർ മൂത്രം പുറത്തേക്ക് പോകണമെങ്കിൽ, യൂറിൻ പുറത്തേക്ക് പോകണമെങ്കിൽ ആ വൃക്കയുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹം എത്രയാണ്! ഏകദേശം 1250ഓളം ഫിൽട്ടർ ദ്രാവകങ്ങൾ ആ വൃക്കക്കുള്ളിൽ അല്ലാഹു എല്ലാ സമയത്തും സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ ദ്രാവകം ആ വൃക്കയിൽ ഉണ്ടാകണമെങ്കിൽ ഏകദേശം 1350 തവണ ആ വൃക്കയിലൂടെ രക്തം പമ്പ് ചെയ്താൽ മാത്രമേ ആ വൃക്കയ്ക്കുള്ളിൽ ഈ ഫിൽട്ടർ ദ്രാവകങ്ങൾ അവിടെ ഉണ്ടാവുകയുള്ളൂ. 1350 തവണ രക്തം പാസ് ചെയ്താൽ ഈ ദ്രാവകം ഉണ്ടാവുള്ളൂ. ഈ ദ്രാവകം വൃക്കയിൽ ഉണ്ടായാൽ മാത്രമാണ് ഏകദേശം 25 ലക്ഷത്തോളം നെഫ്രോണുകൾ എന്ന് പറയുന്ന നെഫ്രോണുകളാണ് ആ വൃക്കയ്ക്കുള്ളിൽ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. ഈ നെഫ്രോണുകളാണ് വൃക്കയുടെ ഉള്ളിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന സാധനം എന്ന് പറയുന്നത് നെഫ്രോണുകളാണ്. ഈ നെഫ്രോണുകളുടെ കുറവ് വരുമ്പോഴാണ് ഈ മനുഷ്യന്റെ വൃക്ക തകരാറാവുക. പക്ഷെ അതിലെ അത്ഭുതം അതല്ല. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെ 5 ലിറ്റർ രക്തമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ശരിക്കും മനസ്സിലാക്കണം, 5 ലിറ്റർ രക്തമാണ് അല്ലാഹു നമ്മുടെ ശരീരത്തിൽ നൽകിയിട്ടുള്ളത്. ഈ 5 ലിറ്റർ രക്തം ഏകദേശം 350 തവണ ആ ഒരു വൃക്കയുടെ ഉള്ളിലൂടെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ ആ വൃക്കയുടെ ഉള്ളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഏകദേശം 25 ലക്ഷത്തോളം നെഫ്രോണുകൾ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ആലോചിച്ച് നോക്കണം, അല്ലാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ പോയിട്ട് നല്ല കമ്പനിയുടെ മോട്ടറൊക്കെ വാങ്ങിയിട്ട് കണക്റ്റിൽ ഫിറ്റ് ചെയ്തു. അതിൽ പറയപ്പെടുന്ന സമയത്തേക്കാൾ 5-10 മിനിറ്റ് കൂടുതൽ അത് വർക്ക് ചെയ്താൽ ആ മോട്ടർ അടിച്ചു. പക്ഷേ സദാസമയം 24 മണിക്കൂറും അല്ലാഹു തനിക്ക് തന്ന ആയുസ്സിന്റെ എല്ലാ സമയത്തും പടച്ചറപ്പ് തന്ന ഈ അവയവങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ തന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു നിസാരമായ ഒരു വൃക്കയുടെ അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. 1.5 ലിറ്റർ മൂത്രം പുറത്തു പോകണമെങ്കിൽ ഏകദേശം 25 ലക്ഷം നെഫ്രോണുകൾ അവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്.
അതിലെ നെഫ്രോണുകളുടെ കുറവ് വന്നാൽ അവന്റെ വൃക്ക തകരാറാവുകയാണ്. അതുമൂലം അവനിക്ക് വലിയ പ്രയാസങ്ങൾ അവന്റെ ശരീരത്തിലും അവന്റെ ജീവിതത്തിലും കടന്നു വരികയാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മുടെ ശരീരത്തിൽ കൃത്യമായി നടത്തിയിട്ടും ആ പടച്ചറപ്പിന്റെ ഭൂമിയിൽ നെഞ്ചു വിരിച്ച് നമ്മൾ നടക്കുമ്പോ അവനെ അനുസരിക്കുവാനോ അവൻ പറഞ്ഞതനുസരിച്ച് തന്റെ ദുനിയാവിലൂടെ ജീവിച്ച് ജീവിതം തീർക്കുവാനോ നമ്മളാരും തയ്യാറായി പോകുന്നില്ല എന്നുള്ളതാണ് വലിയ ഖേദകരം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരം എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതകരമാണ്. ഒരു മനുഷ്യന്റെ ശരാശരി ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള നരമ്പുകൾ കൂട്ടിക്കെട്ടിയിട്ട് അതിങ്ങനെ നീളത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഏകദേശം 72 കിലോമീറ്ററോളം അപ്പുറത്തേക്ക് ആ നരമ്പുകളുടെ നീളം കടന്നു പോകുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം. ഈ ചെറിയ ശരാശരി ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള നരമ്പുകൾ എടുത്തിട്ട് അത് കൂട്ടിക്കെട്ടി അങ്ങനെ പോവുകയാണെങ്കിൽ അതിങ്ങനെ പോയി ഏകദേശം ഇന്നിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ കൽപ്പറ്റ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഏകദേശം 72 കിലോമീറ്റർ അതിനപ്പുറത്തേക്ക് എത്രയാണ്? ആ 72 കിലോമീറ്ററോളം അപ്പുറത്തേക്ക് തന്റെ ശരീരത്തിൽ അല്ലാഹു റബ്ബർ കെട്ടുകൾ കുരുങ്ങി കിടക്കുന്നത് പോലെ പടച്ചറപ്പ് തന്റെ ശരീരത്തിൽ നരമ്പുകളെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ട് ഒന്ന് മൂത്രം പുറത്തേക്ക് പോകണമെങ്കിൽ പോലും പടച്ചറപ്പിന്റെ ഇത്ര വലിയ സംവിധാനം ഒരു ശരീരത്തിൽ വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പടച്ചറപ്പിനോട് നമ്മൾ എത്ര ശുക്ർ ചെയ്യണം. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഇങ്ങാപ്പുഴം കുഞ്ഞുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പ്രിയപ്പെട്ട രാജ്യം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് പോകുന്നതിന് ശേഷം ആചാര്യ വലിയൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞാൻ ആചാര്യ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആചാര്യ കിടക്കുന്ന റൂമിലേക്ക് കടന്നു ചെന്നപ്പോ എന്നെ കണ്ടപാടെ പ്രിയപ്പെട്ട ആചാര്യക്ക് പൊട്ടി കരയാണ്. എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ചേർത്ത് പിടിച്ചിങ്ങനെ കരയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ആചാര്യ? ആചാര്യനോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അദ്ദേഹം പറയുന്നു, ഉസ്താദേ, ഇത്രകാലം അല്ലാഹു എനിക്ക് ഏകദേശം 78 വർഷം അല്ലാഹു എനിക്ക് ആയുസ് തന്നു. ഈ ആയുസിനൊടുവിൽ ഞാൻ എത്ര തവണയാണ് മൂത്രമൊഴിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് ഒരു വട്ടം മൂത്രമൊഴിക്കണമെങ്കിൽ 20,000 രൂപ അവിടെ കെട്ടിയാലേ എനിക്ക് ഒരു വട്ടം മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ. അല്ലാഹുവിന്റെ അനുഗ്രഹം എത്രയാണ്! പടച്ചറപ്പ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! തന്റെ ആയുസ്സിൽ എല്ലാ അവയവങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഓരോ അവയവത്തിനും നമ്മൾ ചെയ്യുന്ന ശുക്റുകൾ മതിയാകുമോ? ആ ശുക്റുകൾ കൊണ്ട് നാളെ അല്ലാഹുവിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമോ? പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ അവന്റെ സുവലോക സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുക? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗ്ഗത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. നല്ലതായ പ്രവർത്തനങ്ങളിലല്ലാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണോ? നമ്മുടെ ജീവിതം നന്നാക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ജീവിതം നന്നാക്കുക, അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അല്ലാഹു വിരോധിക്കാൻ പറഞ്ഞതൊക്കെ മാറ്റി നിർത്തപ്പെടുക. ആ രൂപത്തിൽ തന്റെ ജീവിതം നന്നാക്കിയിട്ടല്ലാതെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുക. അല്ലാഹു പറഞ്ഞ രൂപത്തിലാണോ? അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അവൻ വിരോധിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വിരോധിക്കുന്നുണ്ടോ? അങ്ങനെയല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നാളെ നമ്മൾ കടന്നു പോകുന്നത് സ്വർഗമായ ലക്ഷ്യത്തിലേക്കല്ല, മറിച്ച് നാളെ നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നല്ലതായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണേ. മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണേ. എല്ലാ മോശപ്പെട്ട പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുക. നല്ല പ്രവർത്തനങ്ങളാൽ, നല്ല ജീവിത ശൈലിയാൽ നമ്മൾ മുന്നോട്ട് പോവുക. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു അവസ്ഥയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് പറയല്ലേ, എങ്കിലും ഇന്നത്തെ കാലഘട്ടം അത്രയേറെ മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ലഹരിക്കും, കഞ്ചാവിനും, കള്ളിനും, മയക്കുമരുന്നിനും നമ്മുടെ പുതിയ തലമുറ, പഴയ തലമുറ എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കെട്ട് പോവാൻ.
കഴിഞ്ഞ ദിവസം പത്രത്തിലെടുത്ത് ഒരു പത്ര കട്ടിങ് വന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എടുത്ത് മലപ്പുറം പെരിന്തൽമണ്ണക്കടുത്ത് 30 കിലോ കഞ്ചാവ് പിടിച്ചു. രണ്ടാളുകളാണ്. രണ്ടും നമ്മുടെ ഗവൺമെന്റ്. ഒരാളുടെ പ്രായം 21 മറ്റാളുടെ പ്രായം 84 വയസ്സുള്ള ഒരു കാരണവരുടെ കയ്യിൽ. പ്രായത്തിന് കണക്കൊന്നുമില്ല. തോന്നിയതുപോലെ അതിന്റെ കച്ചവടവും അതിന്റെ ഉപയോഗവും ഇന്ന് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളുടെ സ്കൂൾ പരിസരത്തൊക്കെ സുലഭമായി വിൽക്കപ്പെടുകയാണ്. എവിടെയാണ് നമ്മുടെ സമൂഹത്തിന് പിഴച്ചുപോയത്? എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്? ഈ കാലഘട്ടം ഇത്രയേറെ മോശപ്പെടാനുള്ള കാരണം എന്താണ്? ശ്രദ്ധയുടെ കുറവാണോ? പഴയ കാലത്തൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പണ്ടൊക്കെ നമുക്ക് ഈ കാരണവന്മാരെ കാണുമ്പോൾ വലിയ പേടിയായിരുന്നു. അങ്ങാടി കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കാരണവന്മാരും പ്രായമായ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ പേടിയാണ്. അവരുടെ ഒന്നും ചെയ്യൂല. ഇന്ന് കാരണവരല്ല, പള്ളിത്തെ കത്തീവിനെ കണ്ടാലും ആൾക്കാർക്ക് ഒരു മാറ്റമില്ല. പക്ഷെ ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈമാനാട്ടോ, അല്ലെ? അങ്ങനെ ഉണ്ട്. ഒരു കള്ളു കുടിച്ചിട്ട് ഒരു മനുഷ്യൻ ഈ പള്ളിന്റെ മുന്നിൽ കൂടെ വരികയാണെങ്കിൽ ആ മടക്കുത്തൊക്കെ നയിച്ച് ഒന്ന് തൊഴുത്തിട്ടൊക്കെ കാരണം ചില ആളുകൾ പള്ളിന്റെ മുന്നിൽ കൂടെ പോവുക. പക്ഷെ ഈ സാധനം ഇല്ലെങ്കിലോ മടക്കുത്തിയിട്ട് പള്ളിയെത്തി ഒന്നുകൂടി കയറ്റിക്കുത്തും. പള്ളിയിൽ ഉസ്താനെ ഒന്നുകൂടി കയറ്റിക്കുത്തും. അങ്ങനത്തെ മനുഷ്യന്മാരാണ്. അപ്പൊ അങ്ങനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഈ കണ്ണും കഞ്ചാവും മറ്റുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഈ തലമുറ വളരെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ആഗ്രഹിച്ചുകൂടെ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തോ ഒരു ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്, അല്ലേ? നമ്മളൊക്കെ പല വാർത്തകളും കണ്ടില്ലേ? മയക്കുമരുന്നിന് വേണ്ടി തന്റെ പ്രായമായ വൃദ്ധരായ ഉപ്പാപ്പയെയും ഉമ്മാമയെയും വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ആ തല സ്റ്റെപ്പിന്റെ മുകളിൽ വെച്ച് മയക്കുമരുന്ന് വാങ്ങാൻ പോയ ചെറുപ്പക്കാരന്റെ പത്രക്കട്ടിങ് നമ്മളെല്ലാവരും കേട്ടതാണ്, അല്ലേ? നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷെ ഇതിലൊന്നും അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ ഭയാനകരമായ രൂപത്തിൽ ഒരു മനുഷ്യ സമൂഹം വളർന്നു വന്നിരുന്നു. ആ മനുഷ്യ സമൂഹത്തിന് അതിനേക്കാൾ വലിയ മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ കഅബ ശരീഫിന്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. അദ്ദേഹം കഅബയെ ലക്ഷ്യമാക്കി പ്രവാചകന്റെ ചാരത്തേക്ക് അടുക്കുകയാണ്. ഒരുപാട് ദൂരെ നിന്ന് ആ മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ആ സമയത്താണ് വഴിയരിയിൽ നിന്ന് തന്റെ കൂട്ടുകാർ ചോദിച്ചത്, എങ്ങോട്ടാണ് നീ കടന്നു പോകുന്നത്? ഞാൻ മുസ്ലിം ആവാൻ പോവുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ കൂട്ടുകാരൻ പറഞ്ഞു, നീ മുസ്ലിമായി കഴിഞ്ഞാൽ നിനക്കൊരിക്കലും വ്യഭിചരിക്കാൻ കഴിയില്ല, അന്യ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല, അതുകൊണ്ട് നീ മുസ്ലിം ആവണ്ട. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാനതെല്ലാം നിർത്തിക്കൊള്ളാം, എനിക്ക് മുസ്ലിം ആവണോ, എനിക്ക് വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു പെണ്ണിന്റെ ചൂരും അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ആ മനുഷ്യൻ വീണ്ടും കഅബയെ ലക്ഷ്യമാക്കി ഇലാ ഹദറത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് നടക്കുകയാണ്. ഒരുപാട് നടന്നു പോയപ്പോ മറ്റൊരു കൂട്ടുകാരനെ കണ്ടു. ആ കൂട്ടുകാരൻ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ മുസ്ലിം ആവാൻ പോവുകയാണ്, നബിയുടെ അടുക്കലേക്ക് പോവുകയാണ്. മുഹമ്മദ് കഅബയുടെ അടുത്തുണ്ട്, ആ മുഹമ്മദിന്റെ അടുക്കൽ പോയി ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരൻ പറഞ്ഞത്, നീ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരിക്കലും കള്ളം പറയാൻ സാധിക്കൂല. അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇനി കള്ളം പറയുന്നില്ല. വീണ്ടും ആ മനുഷ്യന് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞത്, നീ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് പലിശ വാങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് നീ മുസ്ലിം ആകണ്ട എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പലിശയിൽ നിന്ന് മാറി നിന്ന് കൊള്ളാം, വ്യഭിചരിക്കാതെ, കള്ളം പറയാതെ, പലിശ വാങ്ങാതെ, ഒരു മോശപ്പെട്ട പ്രവർത്തനത്തിലും ഏർപ്പെടാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം, എനിക്ക് മുസ്ലിമായാൽ മതി. ആ മനുഷ്യന് കഅബാലയത്തിന്റെ തൊട്ടടുത്തെത്തുമ്പോ തന്റെ ഏറ്റവും പ്രിയങ്കരനായ മറ്റൊരു കൂട്ടുകാരനെ കാണുകയാണ്.
ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല, വ്യഭിചരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പലിശ വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കള്ളം പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മുസ്ലിം ആകണം. കഅബയുടെ ചാരത്തേക്ക് അടുത്തിങ്ങനെ എത്തിയ സമയത്ത് ആ മനുഷ്യന്റെ മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു, നീ എങ്ങോട്ടാണ്? ഞാൻ എന്റെ പ്രവാചകന്റെ അടുക്കലേക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ ശരീഫിന്റെ ചാരത്തുണ്ട്. അവിടെ ചെന്ന് എനിക്ക് ഇസ്ലാം ഒന്ന് പുൽകണോ, ഈ ഇസ്ലാമിലേക്ക് എനിക്കൊന്ന് കടന്നു പോകണോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരനോട് തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ എങ്ങാനും ഇസ്ലാമിലേക്ക് കടന്നുപോയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിലേക്ക് കടന്നുപോയാൽ പിന്നെ ഒരിക്കലും നിനക്ക് കള്ളു കുടിക്കാൻ സാധിക്കൂല, ലഹരി ഉപയോഗിക്കാൻ സാധിക്കൂല, മത്ത് പിടിച്ച് ഈ ഭൂമിയിലൂടെ മണലാരണ്യത്തിലൂടെ നടന്നു പോകാൻ നിനക്ക് സാധിക്കില്ല എന്ന് തന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ വ്യഭിചാരം മാറ്റിവെക്കാം, കള്ളുകുടി മാറ്റിവെക്കാൻ കഴിയാത്ത സഹോദരൻ പറഞ്ഞു, ഇല്ലില്ല ഇല്ലില്ല, തിരിഞ്ഞോടുകയാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നാലും കള്ളുപയോഗിക്കാതെ ലഹരി ഉപയോഗിക്കാതെ ഒരു ദിവസം പോലും എനിക്ക് കടന്നുറങ്ങാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറിയ മൂലയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്രത്തോളം കള്ളിനെയും ലഹരിയെയും സ്നേഹിച്ച ആ മനുഷ്യ സമൂഹത്തിനും പരിവർത്തനം ഉണ്ടായി. ആ മനുഷ്യ സമൂഹത്തിനും പരിവർത്തനം ഉണ്ടായി. കള്ളിന്റെ പാത്രത്തിൽ വീണ വണ്ടിനെ എടുത്തിട്ട്, വണ്ടേ നീ എത്ര ഭാഗ്യവാനാണ് വണ്ടേ, കള്ളു കുടിച്ചു 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 നീ ചത്തുപോയല്ലോ, എന്തോ ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ ആഗ്രഹിച്ച എന്റെ ജീവിതത്തിലെ വലിയ ആശയാണ് കള്ളു കുടിച്ചു കുടിച്ച് നാളെ മരിച്ചു പോകണം. വണ്ടേ നീ എത്ര ഭാഗ്യവാൻ. വണ്ടിനെ പിടിച്ചിട്ട് ഇങ്ങനെ വണ്ടിനോട് പറയണം, വണ്ടിക്ക് എത്ര വലിയ ഭാഗ്യമാണ്, കള്ളു കുടിച്ചു കുടിച്ച് ലഹരിയിലായി മത്തിലായിട്ട് ഇങ്ങനെ മരിച്ചു പോകാലോ, എത്ര വലിയ ഭാഗ്യവാനാണ് വണ്ടേ. നാളെ ഞാൻ മരണപ്പെടുമ്പോ മുന്തിരിച്ചെടിയുടെ ചോട്ടിൽ എന്നെ മറ ചെയ്യണേ. കാരണം ആ മുന്തിരിച്ചെടിയുടെ ചോട്ടിലൂടെ ലഭിക്കുന്ന ആ കള്ളിന്റെ ചെറിയ ആ മധുരം നുകർന്നെനിക്ക് നാളെ മണ്ണിനടിയിൽ മലർന്ന് കിടക്കാമല്ലോ. അതുകൊണ്ട് അതിലെന്നെ നിങ്ങളെ മുന്തിരിച്ചെടിയുടെ ചോട്ടിൽ എന്നെ മറ ചെയ്യണേ എന്ന് പറഞ്ഞ ആ സമൂഹം, അത്രയേറെ കള്ളിനെയും ലഹരിയെയും അവർ സ്നേഹിച്ച ആ സമൂഹം എന്തിനേറെ പറയുന്നു, എന്തിനേറെ പറയുന്നു, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തു വല പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രബോധനത്തിനായി ഇറങ്ങുമ്പോഴാണ് ഒരു മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞത്, ഹബീബായ തങ്ങളെ, മുഹമ്മദേ, നീ എന്താണ് പറയുക? കള്ളുകുടിയിൽ നിന്ന് മാറി നിൽക്കുവാനോ, ലഹരിയിൽ നിന്ന് മാറി നിൽക്കുവാനോ, മത്തിഷ്ടമായി മത്തടിച്ച് ഈ ഭൂമി ലോകത്തിലൂടെ നടക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനോ കഴിയില്ല മുഹമ്മദേ. നീ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തെന്നറിയോ? ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കള്ളുകുടിക്കാനാണ്, ലഹരി ഉപയോഗിക്കാനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ്. പക്ഷേ അതിലവരുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ആ മലയിടുക്കിലൂടെ ഞങ്ങൾ കടന്നുപോയി. അതിലൂടെ വരുന്ന കച്ചവടക്കാരിൽ നിന്ന് സമ്പത്തെടുത്തിട്ട് ആ സമ്പത്ത് കൊണ്ടുപോയി കള്ളുകുടിക്കുന്ന ഒരു സമുദായമാണ് ഞങ്ങൾ, സമൂഹമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എത്രത്തോളം എന്നറിയുമോ? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ കള്ളുകുടിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഒന്ന് കുത്തിപ്പിടിക്കാൻ, ആരെങ്കിലും കയ്യിൽ നിന്ന് വല്ല സമ്പത്തും എടുക്കാൻ നോക്കിയിട്ട് ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി. റോട്ടിലൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു മനുഷ്യനെയും ഞാൻ കാണുന്നില്ല, ഒരാളും എന്റെ മുന്നിലേക്ക് വരുന്നില്ല. അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത സങ്കടത്തിലൂടെ ഞാൻ വീട്ടിലേക്ക് മടങ്ങവേ അതാ ദൂരെ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നു. ഞാൻ ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഓടിച്ചത് ആ മനുഷ്യന്റെ ചാരത്തെത്തിയപ്പോ അതെന്റെ പിതാവാണ്, എനിക്ക് ജന്മം തന്ന എന്റെ പിതാവാണ്. ആ പിതാവിന്റെ മക്കളേക്കാണ് ഞാൻ ഓടിച്ചെന്നത്. ഓടിച്ചെന്ന് നോക്കുമ്പോ പിതാവിനെ കണ്ടപാട് ആ പിതാവിന്റെ അരയിൽ അല്പം സമ്പത്തുണ്ടായിരുന്നു. ഞാൻ എന്റെ പിതാവിനോട് ആ സമ്പത്ത് ചോദിച്ചു. ആ പിതാവ് എനിക്ക് തന്നില്ല. ആ പിതാവ് അതിൽ നിന്ന് മാറി നിന്നു. ആ സമയത്ത് എന്റെ അരയിലുണ്ടായിരുന്ന പിച്ചാത്തി എടുത്ത് എന്റെ പിതാവിന്റെ കഴുത്തിലേക്ക് വെച്ച് എന്റെ പിതാവിനെ ഞാൻ കൊന്നുകളഞ്ഞു മുഹമ്മദ്.
മുഹമ്മദേ, എന്റെ പിതാവിന്റെ തലയെടുത്തിട്ട് ആ സമ്പത്ത് എടുത്തിട്ടാണ് ഞാൻ ഇന്ന് കള്ളു കുടിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോ അത്ഭുതപ്പെടേണ്ട മുഅ്മിനേ, അത്ഭുതപ്പെടേണ്ട സഹോദരി, കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലല്ലേ പാവപ്പെട്ട വൃദ്ധരായ 2 ആളുകളെ അവരുടെ തലവെട്ടി സ്റ്റെപ്പിന്റെ മുകളിൽ വെച്ചിട്ട് ലഹരിക്ക് വേണ്ടി, മദ്യപാനത്തിന് വേണ്ടി, അല്ലാഹുവേ പടച്ചവനെ, എത്ര വലിയ ക്രൂരന്മാരായി ഇതിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സമൂഹം, എന്തും ചെയ്യുന്നൊരു ഏത് രൂപത്തിലായാലും അവർക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി എന്നാലും ചോദിക്കുക. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളി. നമ്മൾ ഈ കാണുന്നമായിരുന്നല്ല, ഏതാ സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലേ ഒന്നും അറിയാത്തൊരു രൂപത്തിലാണ്. ഒരു മണമില്ല, ഒരു രുചിയുമില്ല. ചില സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയെന്നാ പറയാറ്. സാധാരണ നമുക്ക് നമ്മുടെ മക്കളിൽ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന മക്കളിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈ കൗമാരത്തിലേക്ക് നമ്മുടെ മക്കൾ കടക്കുമ്പോൾ കൂടുതലായിട്ട് അവരുടെ മനസ്സിലേക്ക് കൗമാരക്കാര് 2 വിഭാഗമാണ്. ഒന്ന് മാനസികമായി കൗമാരപ്രായത്തിലേക്ക് എത്തിയ ആളുകൾ, മറ്റൊന്ന് ശാരീരികപരമായിട്ട് കൗമാരത്തിലേക്ക് എത്തിയവർ. ശാരീരികപരമായിട്ട് നമുക്ക് കൗമാരത്തിലെത്തിയ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ മാനസികമായി കൗമാരത്തിലേക്ക് എത്തിയ ആളുകളെ തിരിച്ചറിയാൻ കഴിയണം. അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ജീവിത ശൈലികൾ. ഈ ചില സാധനങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാല് പാവമായി സാധുവായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാവും. ചില ആളുകൾ നല്ല ആക്റ്റീവായി നിൽക്കുന്ന ആളുകളാണ് ഈ സാധനം ഉപയോഗിക്കണമെങ്കിൽ പറ്റഡൗണാവും. അങ്ങനത്തെ പല ഇപ്പോഴത്തെ മക്കളെ കുറിച്ചിട്ട് നമ്മളൊക്കെ പറയേണ്ടിയിരിക്കുകയാണ് നല്ലത്. കഴിഞ്ഞ ദിവസം മദ്രസയിലെ 2ാം ക്ലാസ്സില് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി പോയതാണ്. അപ്പൊ 2ാം ക്ലാസ് ഒരു കുട്ടി, ഉസ്താദ് പുഷ്പ 2 കണ്ടോ, പുഷ്പ 2 ഉസ്താദ് കണ്ടോ? മക്കൾ ഇങ്ങോട്ട് ചോദിക്കാൻ എന്തോ ഒരു വല്ലാത്ത അവസ്ഥയാണ്. മക്കൾ ആ രൂപത്തില് ഇന്ന് എന്താണ് കുട്ടികൾ പറയണത് പോലും നമുക്കറിയില്ല. പണ്ടൊരു ചെക്കന് സ്കൂളിൽ വന്നിട്ട് ഉപ്പ ഇങ്ങനെ ചാരികസാര ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ സമയത്ത് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ ഓടി ചെന്നിട്ട് ഉപ്പാനെ വിളിച്ചിട്ട്, ഉപ്പ എന്തേ മോനെ, നിങ്ങൾ ഉമ്മാനെ എനിക്ക് കെട്ടിച്ചു തരുമോ? എന്താ വെച്ചേ, നിങ്ങൾ ഉമ്മാനെ എനിക്ക് കെട്ടിച്ചു തരുമോ? ഇയാള് പഹയും ഉണ്ടായിരുന്ന എന്താണ് ഈ പറയണത്? ഇയാള് 4 ഒച്ചപ്പാടാണ്. അതിൽ ചെക്കനെടുത്ത പാട്, എന്റെ ഉമ്മാനെ നിങ്ങൾക്ക് കെട്ടാലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളമ്മാനെ എനിക്ക് കെട്ടിക്കൂടെ? ചെക്കൻ ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയാം? എന്റെ ഉമ്മാനെ നിങ്ങൾ കെട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങളമ്മാനെ എനിക്ക് കെട്ടണ എന്താ കുഴപ്പം? ആ രൂപത്തിൽ നമ്മുടെ മക്കള് ഈ പുതിയ തലമുറ അത്രയേറെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടണില്ല. ഏത് രൂപത്തിലാണ്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും മൊബൈലിന്റെ അഡിക്ഷൻ ഒന്ന് ആലോചിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസമല്ലേ കൊയിലാണ്ടിക്കടുത്ത് ഒരു പ്രിയപ്പെട്ട ഉമ്മയെ 14കാരൻ കഴുത്തിലേക്ക് കത്തി കുത്തി കയറ്റിയത് വേണ്ടില്ലേ? വാട്സപ്പിലേക്ക് വന്നില്ലേ? ഇവിടുത്തെ മനുഷ്യന്മാര് വാട്സപ്പ് ഉപയോഗിക്കില്ലേ? പഠിച്ചോനെ എന്ത് നല്ല മനുഷ്യൻ, വാട്സപ്പിൽ കണ്ടില്ലേ? ഇല്ല. എന്തിന്റെ പേരില? ഉമ്മാന്റെ കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കാൻ മാത്രം ഒരു മകൻ ഭാഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സാധനം രക്ഷിക്കട്ടെ. ഇതില്ലാണ്ട് ഒന്നും നടക്കണില്ല. ചോറ് കൊടുക്കണമെങ്കിൽ എന്ത് വാങ്ങണം? ആ ചോറ് തിന്നത് പുറത്തേക്ക് കളയണമെങ്കിൽ എന്ത് വേണം? ഇത് കൊടുത്താലേ അങ്ങനെ കാര്യം സാധിച്ചോളൂ അല്ലെ? രക്ഷിക്കട്ടെ. ഏറ്റവും കൂടുതൽ ആൺകുട്ടികളൊക്കെ ഒരു ലഹരിയുടെ രൂപത്തിൽ ഇങ്ങനെ മയക്കുമരുന്നതൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികള് അല്ലെ, ഇൻസ്റ്റാഗ്രാം, എന്തൊക്കെ ഗ്രാമാണ് ഇൻസ്റ്റാഗ്രാം, പിന്നെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലേ? രക്ഷിക്കട്ടെ. ഈ സാധനത്തിന് ഇൻസ്റ്റാഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറൊരു ഫോണിൽ നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ആ ഫോൺ നമ്പർ വേണം, ആ നമ്പറുള്ള സിം അതിൽ വേണം. ഇൻസ്റ്റാഗ്രാം നമുക്ക് തുറക്കണമെങ്കിൽ ഏത് ഫോണിലും ഏത് സ്ഥലത്ത് പോയിട്ടും ആരുടെ ഫോണിലും ഈ ഐഡിയും പാസ്വേഡ് അടിച്ചാൽ ഈ സാധനം ഓപ്പൺ ആവുകയാണ്. നമ്മൾ ഈ പുരയിലൊന്നും കൊടുക്കാതെ, ഈ സാധനം ഒന്നും കൊടുക്കാതെ നമ്മൾ നല്ല ശ്രദ്ധയോടെ മക്കളെ വളർത്തി, മക്കൾ പുറത്തു പോയിട്ട് ഈ സാധനത്തിലൂടെ എല്ലാ കാര്യങ്ങളും അതിൽ നടത്തുന്നുണ്ട്. രക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ. നമ്മൾ വിചാരിക്കുന്നത് മാതിരിയൊന്നുമല്ല. ഞാന് എവിടെയാണെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് എന്തെങ്കിലും സദുസ്താദ് ആവശ്യമുണ്ട്. അപ്പൊ ചിലപ്പോ ഫോണ് ക്ലാസ്സിൽ വെച്ചിട്ടായിരിക്കും പോവാ. 1-2 തവണ അങ്ങനെ പോകുമ്പോൾ ഫോൺ ആരോ എടുക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാന് പിറ്റത്തെ ഒരു ദിവസം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഫോൺ അവിടെ വെച്ച് ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ വെച്ചാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ പോയി ഉടനെ തന്നെ ഒരാളെ ഫോൺ എടുത്തു, ഒരു പെൺകുട്ടി ആ ഫോൺ എടുത്തു. എന്നിട്ട് എന്റെ ഫോണിൽ അവള് പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്തു.
ലോഗിൻ അടിച്ചു, പാസ്വേഡ് ആക്കി. സ്ക്രീൻ റെക്കോർഡിലൊക്കെ കാണുന്നുണ്ട്. പടച്ച റബ്ബേ, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ, നമ്മളൊക്കെ നമ്മുടെ മക്കളൊക്കെ നല്ല മുത്തഖീങ്ങളാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് തന്നെ പോയിട്ട്, എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഇന്ന് തന്നെ പോയിട്ട് ആ മക്കൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, ചിലപ്പോ നല്ല അക്കൗണ്ട്, നല്ല ഇസ്ലാമികപരമായിട്ട് നല്ല വീഡിയോകളും അതുപോലെ നല്ല നല്ല ചാറ്റിംഗ് ഒക്കെ ഉള്ള അക്കൗണ്ട് വേറുണ്ട്, പേഴ്സണലായിട്ട് വേറെ അക്കൗണ്ട് ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും അപ്പുറത്താണ് ഇപ്പോഴത്തെ മക്കൾ എന്ന് പറയുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി എന്റെ ഫോണിൽ തന്നെ ആ ഫോൺ എടുത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാം തുറന്ന് അതിൽ മറ്റൊരുത്തിന് വേണ്ടി ചാറ്റ് ചെയ്യാൻ. ഞാൻ വന്ന് ഫോൺ നോക്കി പിടിച്ചു, രക്ഷിതാവിനെ വിളിച്ച് കാര്യം ബോധിപ്പിച്ചു. അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിൽ പറഞ്ഞ മക്കൾ മാറിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഉള്ള 10ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിക്കുന്ന ഏകദേശം 7 മക്കൾ എന്റെ മദ്രസേന്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതില് ഭൂരിഭാഗം ആളുകൾക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിന്റെ ഒപ്പം ഈ പറയപ്പെട്ട ബോയ് ഫ്രണ്ടും ഉണ്ട്. അതിനേക്കാൾ വലിയ അപകടമാണ് ബെസ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങളറിയാൻ കേട്ടോ? ബെസ്റ്റി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ കാമുകൻ, അതൊക്കെ ഒരു ഭാഗത്ത് മാറ്റുക, അതൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ബെസ്റ്റി എന്ന് പറഞ്ഞാല് തന്റെ ശാരീരികമായും തന്റെ സ്വഭാവമായും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ബെസ്റ്റി എന്ന് പറയുന്ന സംഭവം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ലഹരി എന്ന് പറഞ്ഞാല് ഇന്ന് വെറുമൊരു കള്ളോ കഞ്ചാവോ MDMO അല്ലെങ്കിൽ സ്റ്റാമ്പോ അതൊന്നും അല്ല. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണെങ്കിലും എല്ലാ നിലക്കും നമ്മുടെ മക്കൾ വഴി പഠിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും വഴികളും ഇന്ന് സുലഭമായി കാലഘട്ടത്തിൽ നിലകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമ്മുടെ മക്കൾക്ക് പഴച്ചു പോയത്? എവിടെയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് പഴച്ചു പോയത്? ഇത്രയേറെ സൂക്ഷ്മതയോടുകൂടെ തന്റെ മക്കളെ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടെ ചോര നീരാക്കി തന്റെ പിതാവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ഈ മക്കളെ പോറ്റി വളർത്തിയിട്ട് ഒരു പ്രായം എത്തുമ്പോ പിതാവിനെ വേണ്ടാത്ത, ഉമ്മയെ വേണ്ടാത്ത, ഉപ്പയെ വേണ്ടാത്ത ഒരു സമൂഹമായി ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോ ഉപ്പയും ഉമ്മയൊന്നല്ല ഇന്ന് ബെസ്റ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. എടുത്തന്റെ കൂട്ടുകാരനെ ഒരു പെണ്ണാൻ പോയി, പെണ്ണിനൊക്കെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, ഉപ്പയും എല്ലാവരും സമ്മതിച്ചു. അവസാനം പെണ്ണിനോട് സംസാരിച്ച സമയത്ത് ഓട് പറഞ്ഞത്, എനിക്ക് എന്റെ ബെസ്റ്റിനോടൊന്ന് ചോദിച്ചു നോക്കണം. വല്ലാത്തൊരവസ്ഥ. ഇന്ന് ആർക്കും അഭിപ്രായമില്ല. ഇന്നിപ്പോ ഒരു വിവാഹം ജീവിതത്തിൽ ഏറ്റവും മംഗളമായി നടക്കുന്ന ഒരു വിവാഹ വേദിയിൽ, ഒരു വിവാഹ ചടങ്ങിൽ പോലും ഇന്ന് കാരണവന്മാരൊക്കെ വലിയ തലയെക്കെട്ടും വെള്ളക്കുപ്പായൊക്കെ വന്ന് നിശ്ചയിച്ച് നല്ല സുന്ദരമായി നിക്കാഹൊക്കെ നടത്തി ഈ മക്കളെയും ആ കുടുംബത്തിന് വിവാഹം നടത്താനുള്ള ദിവസമൊക്കെ നിശ്ചയിച്ച് നിക്കാഹൊക്കെ നടത്തി കൊടുക്കും. പക്ഷെ വിവാഹ ജീവിതത്തിൽ ആ വിവാഹ ദിവസത്തിലെ ചടങ്ങുകൾ നടത്താൻ ആരാണ് തീരുമാനിക്കപ്പെടുന്നത്? അതിൽ നമുക്ക് വല്ല റോളുണ്ടോ? ചെക്കന്റെ വീട്ടിലാണെങ്കിൽ അവന്റെ ഫ്രണ്ടുകൾ വരും, അവന്റെ കൂട്ടുകാരന്മാര് വരും, അവര് തീരുമാനിക്കും. പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ അവരുടെ കൂട്ടുകാരികൾ വരും, അവര് തീരുമാനിച്ചിട്ട് ആ രൂപത്തിലാണ് മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, പച്ച കല്യാണം, പല രൂപത്തിലുള്ള കല്യാണം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതൊക്കെ അവിടെ ശ്രദ്ധിക്കാതെ നമ്മുടെ ഈ മക്കള് വഴിപഴക്കുമ്പോ, മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോ ആ സമയത്ത് ആ മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ വിരല് കടിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ ഈ മക്കൾ കിടക്കുന്ന സമയത്ത് മുതലേ ഈ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. അപ്പോഴൊന്നും നോക്കൂല. കുട്ടികൾക്ക് കിട്ടേണ്ട വാത്സല്യങ്ങൾ കിട്ടേണ്ട സമയത്ത് നമ്മൾ കൊടുക്കൂല. എല്ലാം കഴിഞ്ഞ് ഈ മക്കൾ വഴിപഴച്ചു എന്ന് പോയാൽ പിന്നെ ചരട് കൊടുത്തിട്ട് ഉസ്താദിന്റെ അടുത്ത് പോവാണ്, ഉസ്താദ് മന്ദിരിച്ചു തരാൻ. മോൾക്ക് ഇപ്പൊ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പ് പള്ളിയിൽ ഉസ്താദ് വേണ്ട, ആ മഹല്ലത്തിലുള്ള മറ്റ് പരിപാടികൾ വേണ്ട, മൗലിദിന്റെ സദസ്സ് വേണ്ട, ഒന്നും വേണ്ട. പഴച്ചെന്ന് കണ്ടാൽ പിന്നെ പള്ളിയും പിന്നെ ഉസ്താദും കമ്മിറ്റിക്കാരൊക്കെ ആവശ്യമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ രൂപത്തിൽ വിവാഹങ്ങൾ മാറാൻ എല്ലാ നിലക്കും ഈ ഉത്തമ സമുദായത്തിന്റെ ബറക്കത്താക്കപ്പെട്ട ഉമ്മത്തിന്റെ അവസ്ഥ ഇത്രയേറെ മോശപ്പെട്ടു പോകുമ്പോൾ എവിടെയാണ് നമുക്ക് പഴച്ചു പോയത്? അല്ലേ? ഒരു വിഭാഗം അങ്ങനെ വിവാഹത്തിന്റെ കുർത്താടകളുമായിട്ട് ആ ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോ, ഒരു വിഭാഗം മൊബൈലിന്റെ അഡിക്ഷനായിട്ട് ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോ, ഒരു വിഭാഗം ലഹരിയും കഞ്ചാവും കള്ളുമായി മറ്റൊരു സമൂഹം മുന്നോട്ട് പോവുകയാണ്. ആരെയും പിടിച്ചാൽ കിട്ടണില്ല. അതെന്തെങ്കിലും പള്ളി എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇങ്ങനെ സദസ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ പഴയ ആൾക്കാരായി. എന്നോടൊരു കുട്ടി പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊക്കെ എപ്പോഴും തന്ത വൈബാണ്, നമ്മളെ പഴയ ആൾക്കാർ. അതൊന്നും ഓൾക്ക് പറ്റൂല. ഓൾക്ക് ഇപ്പം എന്താണ് ഇപ്പത്തെ കാലത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആലോചിച്ചിട്ട് ആ കാലഘട്ടമായിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ ആയാലേ മാറാൻ പറ്റുള്ളൂ.
ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കള്ളും കഞ്ചാവും ലഹരിയും മാറ്റാൻ കഴിയാത്ത ഒരു സമൂഹമായി ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് വന്ന സമൂഹം ആ സമൂഹത്തിനൊരു പേര് പറഞ്ഞു. പിന്നീട് വരുന്ന സമുദായം ആ സമൂഹത്തിനൊരു പേര് പറഞ്ഞു, ഖൗമുൻ ബഖാഊ, ഖൗമുൻ ബഖാഊ. നേരത്തെ പറഞ്ഞ ആളുകൾക്ക് കള്ളുപയോഗിക്കാൻ കഴിയാതെ, ലഹരിയില്ലാതെ തന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കടന്നു പോകാത്ത ആ മനുഷ്യരെ കുറിച്ചിട്ടാണ് പിന്നീട് വന്ന സമൂഹം പറഞ്ഞത്. പൊട്ടിക്കരയുന്ന ജനത, പൊട്ടിക്കരയുന്ന ജനത പൊട്ടിക്കരയുകയാണ്. എന്തിനാണ് ആ സമൂഹം പൊട്ടിക്കരഞ്ഞതെന്നറിയോ? ഖൗമുൻ ബഖാഊന മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചിട്ട് ആ സമൂഹം ഇങ്ങനെ പൊട്ടിക്കരയാണ്. പൊട്ടിക്കരഞ്ഞൊരു സമൂഹം, സന്ദർഭവും സാഹചര്യവും. നമ്മളൊക്കെ പറയും ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റും ഉസ്താദേ, അല്ലേ? ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇതിനേക്കാൾ മോശപ്പെട്ട സമയത്തും സന്ദർഭത്തിലും ജീവിച്ച ഒരു കൂട്ടരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത്. കഅബക്ക് ചുറ്റും ഉടുതുണി ഊരിയിട്ട് നഗ്നരായി പെണ്ണുങ്ങൾ തുള്ളിക്കളിക്കുന്ന ഒരു സമയത്താണ് പ്രവാചകന്റെ നിയോഗം. ഇത്രയേറെ കള്ളും ലഹരിയുമായിട്ട് ഇടപെടിയ ഒരു സമൂഹത്തിലാണ് പ്രവാചകന്റെ നിയോഗം. അവർക്കും മാറ്റം വന്നു. നിങ്ങൾക്കറിയോ ഇക്രിമത്തു ബിൻ അബീ ജഹൽ? ആരാ ഇക്രിമത്തു ബിൻ അബീ ജഹൽ? അബൂജഹലിന്റെ മകനായ ഇക്രിമ. ആ ഇക്രിമ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പൊട്ടി കരഞ്ഞ് അല്ലാഹുവിനെ ഓർത്ത് പൊട്ടി കരഞ്ഞ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ഇക്രിമ റളിയല്ലാഹു തആല അൻഹു. ആരുടെ മകനാണ്? ജനിച്ചു വളർന്നത് എവിടെയാണ്? ജീവിച്ചു വന്ന കാലാവസ്ഥ ഏത് രൂപത്തിലാണ്? അബൂജഹലിന്റെ മകനാണ്. ആര്? ഒന്നും പറയും മനുഷ്യന്മാരെ. ഇക്രിമ റളിയല്ലാഹു. നിങ്ങൾ ഇവിടെ ഇല്ലേ? മനസ്സിലാണില്ലേ? അൽഹംദുലില്ലാ, നല്ല സദസ്സ് അല്ലേ? ഞാൻ വരുമ്പോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, പഠിച്ചോനെ വയ്യൊക്കെ നമ്മൾ ഏത്, പക്ഷെ ഇവിടെ വന്നപ്പോ അൽഹംദുലില്ലാ നല്ലൊരു ചുറ്റുപാട്, നല്ല സുന്ദരമായ പള്ളി, അതിന് പറ്റിയ ഉസ്താദുമാര്, ഒരുപാട് ഉസ്താദുമാർ, പ്രിയപ്പെട്ട പിന്നെ എന്റെ ഉപ്പാനൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തൊക്കെ വേണം. ഒരു പള്ളിമാരെല്ലാം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എല്ലാം കൊണ്ടും നല്ല ഹൈറായ ഒരു പിന്നെ നല്ലൊരു സദസ്സും മഹല്ലൊക്കെ. അല്ലാഹു ഈ മഹല്ലത്തിൽ എല്ലാവിധ ഇസ്സത്തും റാഹത്തും അല്ലാഹു നിലനിർത്തട്ടെ. എല്ലാവിധ അഭിവൃദ്ധിയും അല്ലാഹു നിലനിർത്തട്ടെ. ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നിലനിർത്തട്ടെ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ തണുപ്പില് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മഹല്ലത്തിൽ പക്ഷെ ഇതിനേക്കാൾ ആളുകൾ ഉണ്ടാകാം. പക്ഷെ ഈ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നിങ്ങളിവിടെ ഈ തണുപ്പത്തും ഈ മഞ്ഞത്തും ഇത്രയേറെ പ്രയാസപ്പെട്ട് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാണ്? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇക്രിമത്തു ബിൻ അബീ ജഹൽ, അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു ദിവസം ഇക്രിമ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, ഹാദാ വലദു ഫിർഔനിന്റെ മകനായ ഇക്രിമ കടന്നു വരുന്നുണ്ട്. അബൂജഹലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അബൂജഹലിനെ കുറിച്ച് ഫിർഔൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇക്രിമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. സങ്കടത്തോടെ റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇക്രിമ തങ്ങളുടെ തലയിലെ കൈവച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സങ്കടപ്പെടല്ല ഇക്രിമ, എല്ലാം നഷ്ടപ്പെട്ടാലും ആര് തന്നെ കളിയാക്കിയാലും സ്വന്തം പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിന്റെ ദീനിലേക്ക് ചേർന്ന് വന്നവരല്ലേ, പകരം നാളെ നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗം തരാം ഇക്രിമ. അവർക്കൊക്കെ മാറ്റം സംഭവിച്ചു. അവർക്കൊക്കെ വന്ന മാറ്റത്തിന്റെ പ്രയാണം എന്താണ്? അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടിയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടപ്പോ പിന്നെ എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും അവര് മാറിപ്പോയി. ഇന്ന് അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം അതാണ്. മുന്നിലങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാലും അല്ലെങ്കിൽ ആരുമില്ല, നിബിഡമായ സ്ഥലം നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് പല ആളുകളിൽ നിന്നും പല ലഹരി വസ്തുക്കളും നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് കിട്ടി. ആ കിട്ടിയിട്ട് ഉപയോഗിക്കാൻ സാഹചര്യം അനുകൂലമാണ്. ഉമ്മല്ല ഉപ്പല്ല, എല്ലാം കൊണ്ടും സൗകര്യമാണ്. ഒരാളും കാണൂല്ല. ഈ ഇരുട്ടുള്ള രാത്രിയിൽ ഏതോ ഒരു മൂലയിൽ നിന്ന് തന്റെ മക്കളിലേക്ക് കഞ്ചാവോ ലഹരിയോ MDMO മറ്റുള്ള മയക്കുമരുന്നുകളോ തന്റെ
അവന്റെ കയ്യിലേക്ക് തന്നെ മക്കളുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് ആ മക്കൾക്ക് അത് തൊട്ടു നോക്കാൻ പോലും തോന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണം? 1.5 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങി കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്ത് വേണം? മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടി വേണം, ഈമാനികമായ ഒരു പ്രഭ വേണം. ഇന്ന് നമ്മളുടെ മക്കളുടെ മനസ്സിൽ നിന്ന് പാടെ ഇല്ലാണ്ടായി പോയതും അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടിയാണ്, ഈമാനികമായ മധുരമാണ്. ആ മധുരം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ചെറുപ്പം മുതലേ മക്കൾ വളർന്നു വരുമ്പോഴേ ഈ ഈമാനികമായ ചില മധുരം നമ്മുടെ മക്കളിലേക്ക് കൊടുക്കാൻ കഴിയണം. എങ്കിലേ അതിൽ മാറ്റം ഉണ്ടാവുള്ളൂ. വേറെ ഇനി നമ്മൾ എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമല്ല, ഒരു രക്ഷയില്ല, നമ്മുടെ മക്കൾ മാറില്ല. എഴുതി വെച്ചോ, ഇനി വേറെ നമ്മൾ ഇനി എന്ത് കാട്ടിട്ടും കാര്യമില്ല, അള്ളാഹിനെ കുറിച്ചിട്ടുള്ള പേടിയും ഈമാനികമായ ഒരു പരിവർത്തനവും അവരുടെ മനസ്സിലില്ലാണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ മക്കൾ നന്നാവണം, ഈ ന്യൂ ജനറേഷൻ നന്നാവണം. ഈമാൻ നൽകുക പണ്ടുള്ള ആളുകൾക്ക് ലഭിച്ചതാ ഈമാനായിരുന്നു അല്ലെ? നമുക്കുള്ള പേടി അതായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പണ്ടൊക്കെ കാരണവന്മാരെ കാണുമ്പോൾ, പള്ളിയിൽ ഉസ്താദിനെ കാണുമ്പോൾ ഒരു പേടിയാണ്. ഉസ്താദ്മാരൊക്കെ വല്ല വഴിയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ മദ്രസ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൻ ഓടിയ വഴിയിൽ പിന്നെ പുല്ല് വളക്കൂല. അമ്മാരോട്ട് നമ്മളൊക്കെ പണ്ട് ഓടിക്കില്ലേ ഉസ്താദിനെ കാണുമ്പോ അല്ലേ? പക്ഷെ ഇന്ന് ഉസ്താദിനെ നടന്നു പോകുമ്പോ ഉസ്താദ് കണ്ടിട്ടില്ലെങ്കിലും മൂപ്പരവിടെ വിളിച്ച് നമ്മളെ ആളാക്കും, രക്ഷിക്കട്ടെ. അങ്ങനെ മക്കൾ, ആ ജനറേഷൻ അങ്ങനെ മാറിപ്പോയി. ആരും പേടിയില്ല, സ്വന്തം വാപ്പാനെ പേടിയില്ല, ഉമ്മാനെ പേടിയില്ല. നമ്മൾ പേടിപ്പിക്കേണ്ട സമയത്ത് പേടിപ്പിക്കാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം എന്റെ മഹല്ലത്തിൽ ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് അതില് ഈ ചെക്കൻ പോയിട്ട് തുള്ളി, ഇതിൽ പോയിട്ട് ഈ പാട്ടിന്റെ ഒപ്പം തുള്ളി, ഭയങ്കര പൊടി മറ്റേതൊക്കെ ഇങ്ങനെ വലിച്ച് ഭയങ്കര സംഭവമായിട്ട് അതിനുള്ളിൽ തുള്ളി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ കുട്ടിന്റെ വാപ്പ പോയിട്ട് പെരടിക്കൊന്നാണ് ഓടിച്ചു. ഓൻ എല്ലാം ഇങ്ങനെ കയറിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോള് വരുന്നു അവിടുന്ന്, വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കണ്ടുപോയി ഒരു കേസ് ഉണ്ട് അവിടെ. വന്നു നോക്കുമ്പോ ഈ മോനെ മക്കളെ തല്ലാൻ പറ്റൂല, ഉസ്താദ്മാർക്ക് തല്ലാൻ പറ്റൂല, ആരും പേടിയില്ല. നമ്മളോട് ഒരു ഉസ്താദ് അധികം കളിക്കാൻ നിൽക്കേണ്ട, 10 മിനിറ്റ് കൂടി പോകും. പേടിയാണ്. എന്താ മക്കൾ പറയണത്? അതാണ് ഇപ്പോഴത്തെ നിയമം. അല്ലാഹു രക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ എത്രയേറെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നമ്മുടെ മക്കൾ മാറും. ഞാൻ ഈ വിഷയം തന്നെ കൂടുതലായിട്ട് പറയാൻ കാരണം, ഇന്ന് ഏറ്റവും നമ്മൾ പ്രതിസന്ധിയിൽ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയും മക്കളുടെ കാര്യത്തിലാണ്. ഈ പുതുതലമുറയുടെ കാര്യത്തിൽ നമുക്ക് പിടുത്തം കിട്ടാത്തൊരവസ്ഥ. പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇന്നൊന്നും എല്ലാം കഴിഞ്ഞ് അതിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ട് മുപ്പരിങ്ങനെ കിളിയായിട്ട് ഇങ്ങനെ പാറുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാക്കുക. ചക്കം വെച്ചുവിട്ടുണ്ട്, ഇന്നൊന്നും മനസ്സിലാകണില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യന്മാർ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പടച്ചറപ്പിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി ദുആ ചെയ്യുക, ഒന്നാമത്തെ പ്രതിവിധി. മറ്റൊന്ന്, ഈമാനികമായ പ്രഭ നമ്മുടെ മക്കളിലേക്ക് നൽകുക, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഈ മക്കൾക്ക് ഞാൻ നീട്ടുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഒരു ദിവസം സ്വഹാബത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്റെ വിരലെടുത്ത് തന്റെ വായിലേക്ക് കുത്തിക്കയറ്റിയിട്ട് ആ സ്വഹാബത്ത് ഇങ്ങനെ ഛർദ്ദിക്കാൻ, ഭയങ്കരമായി ഛർദ്ദിക്കാൻ. ഈ സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഛർദ്ദിക്കണത്? എന്തിനാണ് വിരലിങ്ങനെ തൊള്ളേക്ക് ഇങ്ങനെ ഛർദ്ദിക്കണത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ആ സമയത്ത് സ്വഹാബി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ആ കല്ലിൽ നിന്നും ലഹരിയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. എങ്ങാനും നിങ്ങളത് ഉപയോഗിച്ചു പോയാൽ നാളെ നിങ്ങളുടെ സ്വർഗ്ഗം നഷ്ടമാകുന്നതാണ്. മാത്രമല്ല ഫലൈസ മിന്നീ, നീ എന്നിൽപ്പെട്ടവനല്ല, എന്നിൽപ്പെട്ട ആളുകളാവൂല്ല. മാത്രമല്ല നാളെ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് നിന്നെ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. അവർ വഴിപടിച്ചു പോയാൽ പിന്നെ നമുക്ക് എന്തിനു പറ്റും? നമ്മളിങ്ങനെ ലാളിച്ച് നമ്മുടെ മക്കളെ വളർത്തിപ്പോറ്റിയിട്ട് നാളെ നമ്മൾ പോയി ഖബറിൽ കിടക്കുമ്പോ ആ ഖബറിന്റെ ചാരത്ത് വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാത്തു വസ്സലാമു അലൈക യാ അബീ എന്ന് പറയേണ്ട മക്കള്, ആ മക്കളെ വഴിപടിച്ച് കണ്ണിക്കണ്ട ലഹരിയുടെ പിന്നാലെ പോയി നാളെ
മരിച്ച് നമ്മൾ ഖബറിൽ കിടക്കുമ്പോ ആരാരുമില്ലാത്ത എന്ത് ചെയ്യണമെന്നറിയാതെ 6 അടി മണ്ണിന്റെ ചോട്ടിൽ പച്ചമണ്ണിൽ കവളെഴുതി കിടക്കുമ്പോ ആ സമയത്ത് നമ്മൾക്ക് ഈ മക്കളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഈ മക്കളെന്നാണ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ, പിന്നെ നമ്മൾ ആ മക്കളെ വളർത്തിയതിന് പരിഹാരം എന്താണ്? ആ മക്കളെ വളർത്തിയതിന് കാരണം എന്താണ്? ഒരു കാര്യത്തിലും നമുക്ക് അവരെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. നാളെ ആഖിറത്തിലെത്തിയാലോ ഈ മക്കൾ കാരണം നാളെ സ്വർഗത്തിലേക്ക് പോകാൻ ഈ മക്കൾ കാരണം നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ എന്തിനാണ് ഈ മക്കളെ നമ്മൾ ഇങ്ങനെ ലാളിച്ചു വളർത്തുന്നത്? നമ്മളിങ്ങനെ വളർത്തി ആ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കണോ വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കാൻ, അതൊക്കെ വളർത്തിയിട്ടും ആ മക്കളെ നമുക്ക് നാളെ ആഖിറത്തിന് ഉപകാരമില്ലെങ്കിൽ, പിന്നെ ഈ മക്കളെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പോറ്റുന്നത്? എന്തിനാണ് ഈ മക്കളെ നമ്മൾ എന്തിനാ പോറ്റുന്നത്? വയസ്സാകുമ്പോ നോക്കാനോ? വയസ്സാകുമ്പോ നോക്കാനാണോ മക്കള്? വയസ്സാകുമ്പോ നോക്കാന് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒരു നഴ്സിനോ അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും കേൾപ്പിച്ച് ഓല് നോക്കിക്കോളും അല്ലേ? ഓല് നോക്കും. അതിന് മക്കൾ ആവശ്യമല്ല. മക്കൾ എന്തിനാണ്? നാളെ ഖബറിൽ ഇങ്ങനെ നമ്മൾ കിടക്കുമ്പോ ഒന്നുമില്ലാണ്ട് നമ്മൾ ഉമ്മി നമ്മൾ ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളിങ്ങനെ മണ്ണിനടിയില് നമ്മളിങ്ങനെ കിടക്കുമ്പോ ആ മേലെ വന്നിട്ട് ആ ഖബറിന്റെ പുറത്തു വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ദ്വേർക്കുന്നൊരു മക്കളല്ലേ നമുക്ക് വേണ്ടത്? അതെ, അങ്ങനത്തെ മക്കളാണ് നമുക്ക് വേണ്ടത്. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു പോകേണ്ട മക്കളെയാണ് നമുക്ക് ആവശ്യം. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടെ നല്ല ശ്രദ്ധ ചെലുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല വഴിയിലൂടെ സഞ്ചരിച്ചാൽ, നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്താൽ, അല്ലാഹു പറഞ്ഞ കാര്യങ്ങളിലൂടെ ജീവിച്ചു പോയാൽ, അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നല്ല മനുഷ്യനായി നമ്മൾ മുന്നോട്ട് പോയാൽ നാളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. അല്ലാഹു നമ്മുടെ ലക്ഷ്യം എളുപ്പമാക്കട്ടെ. 2, പിന്നെ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് നമ്മുടെ ലക്ഷ്യം എളുപ്പമാകാൻ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിനെ കൂടുതലായിട്ട് അറിയുക, അല്ലാഹുവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുക. 1, അല്ലാഹുവിനെ നമ്മൾ അറിയിക്കുക. ആ മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടി, ഈമാനികമായ പ്രഭ, അല്ലെങ്കിൽ നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ഈമാനികമായ പ്രഭ വന്നാൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് എളുപ്പത്തിൽ ചെന്ന് ചേരാൻ കഴിയും. 2, അല്ലാഹുവിനെ കൃത്യമായി അറിയാൻ സാധിക്കണം. അല്ലാഹുവിനെ അറിയുകയും അല്ലാഹു നമ്മൾ അറിയുകയും വേണം. അങ്ങനെ വന്നാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് എളുപ്പത്തിൽ കടന്നു പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതെന്താ മാർഗം? അല്ലാഹുവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, അല്ലാഹുവിനെ നല്ല രൂപത്തിൽ സ്നേഹിക്കുക. പടച്ചറബിനെ ഇന്ന് എല്ലാവരും നമ്മൾ സ്നേഹിക്കും, പക്ഷെ റസൂലുള്ളാഹിനെ നമ്മൾ ഭയങ്കരമായിട്ട് മഹബത്ത് പറഞ്ഞ് ഭയങ്കരമായി സ്നേഹിക്കുന്ന ആളുകൾ അല്ലാഹു നിലനിർത്തട്ടെ, ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പല ആളുകളും പറയുന്നത് കേൾക്കാറില്ല അല്ലേ? അല്ലാഹുവിനെ നല്ല രൂപത്തിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആര് സ്നേഹിച്ചതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി എങ്ങനെയാണ് ഇബ്രാഹിം നബി ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് പേരിട്ടിയത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിക്ക് ഒരുപാട് സമ്പത്ത് നൽകിയിട്ട് അനുഗ്രഹിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി. ഒരുപാട് സമ്പത്ത് ചരിത്രത്തിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അള്ളാഹു നൽകിയ സമ്പത്ത് ആട്ടിൻപറ്റം ഒരു മലയിലേക്ക് പ്രവേശിച്ചാൽ ആ മല മുഴുവനും ഇബ്രാഹിം നബിന്റെ ആടുകളായി മാറും. അത്രയേറെ സമ്പത്തുള്ള, അത്രയേറെ ആടുകളുള്ള വലിയ സമ്പന്നനായ ഒരു പ്രവാചകനാണ് ആര്? ഒന്ന് പറയും മനുഷ്യന്മാരെ, ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. കണക്കുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ തന്റെ ആടുകളുമായി ആട്ടിൻപറ്റത്തെ അവരെ തീറ്റിക്കാൻ വേണ്ടി ഒരു വലിയ മലമുകളിലൂടെ സഞ്ചരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഇബ്രാഹിം നബി ആ മലയുടെ ഏറ്റവും ഉന്നതമായ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തി. ആരാരും ഇല്ലാത്ത നിബിഡമായ ആ വലിയ കാട്ടിന്റെ ഉള്ളിൽ തന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നിന്നോ ഒരു വർത്തമാനം കേൾക്കുകയാണ്. ഇവിടെ നിന്നോ ഒരു വല്ലാത്ത വർത്തമാനമല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുന്നത് സുബ്ഹുൻ ഖുദ്ദൂസും റബ്ബുനാ വറബ്ബുൽ മലായികതി വറൂഹ്. ആരാണ്? ആരാരുമില്ലാത്ത നിബിഡമായ കാട്ടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ പേര് പറയുന്ന മനുഷ്യനാരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകൂടെ മുന്നോട്ട് പോയി. ഇബ്രാഹിം നബി മുന്നോട്ട് പോവാൻ എന്താണ് സാധിക്കാൻ? ബക്കറ്റൊക്കെ എടുത്തിട്ട് മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ബക്കറ്റില്ലേ?
നല്ല ബക്കറ്റ് നന്നായ പോലെ അതിന്റെ ബക്കറ്റിന്റെ ഉള്ളിലുള്ള നന്നാണ്. എന്നോട് ഈ പ്രവർത്തകന്മാർ ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് സാധാരണ പൈസന്റെ പിരിവെന്നുള്ള പരിപാടിയൊന്നുമല്ല. എന്നാലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ലക്ഷ്യം നന്നാക്കണം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. എത്തണ്ടേ? ആ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് എത്താനുള്ളവർക്ക് ഒന്ന് കൈവന്തിക്ക്, സ്വർഗം വേണ്ടവർക്ക് ഒന്ന് കൈവന്തിക്കും. ഇനി ആ കൈ നേരെ പോക്കറ്റ് എടി ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഇതിന്റെ പ്രവർത്തകന്മാർ ഈ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക്. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇവിടെയുള്ള നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ 10 രൂപ എന്താണ് ഒച്ചപ്പാട് ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. ചില്ലറ കെട്ടിട്ടെ ശബ്ദം ഉണ്ടാക്കാണ്ട് കളങ്ങനെ കൊണ്ടുപോയിക്കോളി. നല്ല രൂപത്തിൽ, നല്ല മനസ്സോട്, നല്ലൊരു സദസ്സാണ്. എന്തുകൊണ്ടും വളരെ റാഹത്തുള്ള സദസ്സാണ് ഈ സദസ്സ്. വളരെ ഭംഗിയായിട്ട് ഇതിന്റെ ആളുകൾക്ക് പൈസ ഒന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ, ഇന്നിപ്പോ നിങ്ങൾ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരിരിക്കുന്ന ഈ ഇന്റർലോക്ക് ഇതേപോലുള്ള പരിപാടികൾ നടത്തി അതിൽ നിന്ന് ലഭിച്ച വലിയൊരു സമ്പത്ത് കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടത്തപ്പെടുന്നത്. നിങ്ങൾ നൽകിയ ഓരോ നാണയത്തുട്ടുകളും നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ, അവിടുത്തെ ലക്ഷ്യം നന്നാക്കാൻ ഇൻഷാ അല്ലാഹ് കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞ് നല്ല നിയ്യത്തോടുകൂടെ, വേറെ ഒന്നുമില്ല, നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടെ. ദുനിയാവായിട്ടൊന്നും നമുക്ക് വേണ്ട, ദുന്യവ്യായ ഒന്നും വേണ്ട. നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടുകൂടെ എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് ഇട്ടോളി. നീ എടുത്തിട്ട് ഇങ്ങനെ തെരഞ്ഞിട്ട് സമയം കളയണ്ട. കിട്ടണത് വലുതാണെങ്കിൽ എന്തായാലും ഇടാ, ചെറുതാണെങ്കിൽ ഒന്നുകൂടി കൈയിട്ടിട്ട് നല്ല വലിയ കുഴപ്പമില്ലാത്ത നല്ല റാഹത്തോടും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കാര്യമായിട്ട് പരിഗണിക്ക്. നാളെ പടച്ചറപ്പിന്റെ അടുക്കലേക്ക് നമുക്ക് വലിയ വലിയ പ്രതിഫലം നാളെ കാംക്ഷിക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മക്കളൊക്കെ നന്നാവാൻ വേണ്ടി, നാളെ ഈ മക്കളോടുകൂടെ നാളെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി നല്ല നിയ്യത്താക്കിയിട്ട് 45 വർഷം മഹാനായ ഉസ്താദിന്റെ പേരിലുള്ള ദിക്ർ ചാപ്പനങ്ങാടി വാപ്പസാനല്ലേ അല്ലേ, ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഞാൻ ഇന്നലെ ദിക്റേണ്ടി വന്ന ആളാണ്. നമ്മുടെ പള്ളിയിലും കൃത്യമായിട്ട് എത്രയോ വർഷം മുമ്പ് ചുണ്ട മഹലിൽ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ദിക്ർ. ഇന്ന് വയനാട്ടിലെ നല്ല ഏകദേശം മഹലുകളിലൊക്കെ നടത്തപ്പെടുന്ന വലിയൊരു ദിക്റിന്റെ ഹൽക്കാണ്. 45 വർഷം ഈ ദിക്ർ ഇവിടെ നടത്തപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്റിന്റെ വാർഷികത്തിൽ വെച്ച് നമ്മൾ അതിന് നൽകുമ്പോൾ നാളെ അതിന് വലിയ ഹൈർ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. ഉസ്താദിന്റെ ഗുരുത്വവും പൊരുത്തവും അവരുടെ മദതും അവരുടെ കാവലും നമ്മുടെ മക്കൾക്കും നമുക്കും ലഭിക്കണോ. നല്ല നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അതിന് ഭാഗവാക്കാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നൽകുന്നവർക്കൊക്കെ അല്ലാഹു പടച്ചവൻ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. നാളെ ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ തമ്പുരാനെ. ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഇത്രയേറെ വൈകിയിട്ടും ഈ തണുപ്പത്തും ഈ വല്ലാത്ത പ്രയാസകരമായ തണുപ്പത്ത് കൈകെട്ടിയിട്ട് എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, അല്ലാഹുവേ ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നിന്റെ സ്വർഗ്ഗമാണ്. പടച്ചറബ്ബേ ഈ ഒരു പരിപാടിയിലേക്ക് സഹായമായിട്ട് ആ ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ അതിലേക്ക് നൽകുന്ന സംഖ്യകൾക്ക് പകരമായി നാളെ നിന്റെ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നാളെ നിന്നെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവുകയാണ്. സുബ്ബൂഹും ഖുദ്ദൂസും റബ്ബുനാ വറബ്ബുൽ മലായികതി വറൂഹ്. ഓടിച്ചെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ഒരു വലിയ വൃക്ഷത്തിന്റെ ചോട്ടിൽ നിന്ന് ഒരു മനുഷ്യന് സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലുകയാണ്. അയാൾ ഇങ്ങനെ അള്ളാഹുവിന്റെ പേര് പറയുകയാണ്. ഓടിച്ചെന്ന് ഇബ്രാഹിം നബി ആ മനുഷ്യന്റെ തോളിൽ നിന്ന് തൊട്ടപ്പോ എന്തിൽ നിന്നോ ഞെട്ടിയെഴുന്നേറ്റ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, നിങ്ങളുടെ അങ്ങാടിയിൽ അല്ലാഹുവിന് വേണ്ടി ആരാധിക്കുമ്പോ, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുമ്പോ അവിടെ എന്നെ ജനങ്ങളെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സമയത്ത് ആരാരുമില്ലാത്ത നിബിഡമായ കാട്ടിൽ വന്നിട്ട് അല്ലാഹുവിനെ ഞാൻ ആരാധിക്കുന്നത്. ഇവിടെയൊന്നും എന്നെ നിങ്ങൾ സമ്മതിക്കില്ലേ എന്നാ മനുഷ്യൻ ഇബ്രാഹിം നബിയോട് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശയായ എന്റെ റബ്ബിന്റെ പേര് ആരോ ഈ നിബിഡമായ വനത്തിൽ പറയുന്നത് കേട്ടപ്പോ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകൂടെ മനുഷ്യന്റെ അടുക്കലേക്ക് വന്നു. അയാൾ ഇബ്രാഹിം നബിയുടെ മുഖത്തേട്ട് നോക്കിയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ഒന്നുകൂടെ എന്റെ റബ്ബിന്റെ നാമം കേൾക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ റബ്ബിന്റെ നാമം ഒന്നുകൂടെ പറയുമ്പോ ആ മനുഷ്യന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനോട് പറഞ്ഞപ്പോ അയാളൊരു മടിയും കൂടാതെ പറഞ്ഞു, സുബ്ബൂഹും ഖുദ്ദൂസും റബ്ബുനാ വറബ്ബുൽ മലായികതി വറൂഹ്.
അയാൾ പറഞ്ഞു ഒരു മടി കൂടാതെ അള്ളാന്റെ പേര് പറഞ്ഞു. ആ സമയത്ത് ഇന്നെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ആ ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ നിങ്ങളാൽ കഴിയുന്ന സംഖ്യ പറഞ്ഞപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? അള്ളാഹുവിന്റെ ഇൽമാണ്, നടത്തപ്പെടുന്നത് അള്ളാഹുവിന്റെ ദിക്റാണ്, അള്ളാഹുവിന്റെ ഓർമ്മകളാണ്. ഈ സദസ്സിൽ വന്ന് അതിലേക്ക് വല്ല സഹായവും നിക്ഷേപിക്കാൻ പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ കീശയിൽ നിന്ന് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇബ്രാഹിം നബി ആകാൻ കഴിയണം നമുക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ പേര് ഒറ്റ തവണ മനുഷ്യൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വലക നിസ്ഫു മാ തറാ, വലക നിസ്ഫു മാ തറാ. ഏ മനുഷ്യ, കാണുന്ന ആട്ടിൻപറ്റമുണ്ടല്ലോ, ആ മലമുകളിൽ കൂട്ടം കൂട്ടി നടക്കുന്ന ആട്ടിൻപറ്റത്തിന്റെ നേർപകുതി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അള്ളാന്റെ പേര് അള്ളാന്റെ പേര് ഒറ്റ വട്ടേ പറഞ്ഞിട്ടുള്ളൂ. എന്തിയെ കൊടുത്ത? തന്റെ സമ്പത്തിന്റെ പകുതി ആർക്ക് കൊടുക്കാൻ? ആ മനുഷ്യന് കൊടുക്കാൻ. അത് കൊടുത്തിട്ട് തിരിച്ചു പോരണം. പൂതി മാറണില്ല ഇബ്രാഹിം നബിക്ക്. അള്ളാന്റെ പേര് കേട്ടിട്ട് പൂതി മാറണില്ല. വീണ്ടും ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു, ഒന്നുകൂടെ എന്റെ റബ്ബിന്റെ പേര് നിങ്ങളൊന്ന് പറയുമോ? ആ മനുഷ്യനൊരു മടിയും കൂടാതെ അള്ളാന്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വലക ജമീഉ മാ തറാ. എന്റെ ഈ ആട്ടിൻപറ്റത്തെ അല്ലാഹു എനിക്ക് തന്ന എല്ലാ സമ്പത്തും മുഴുവനായി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ്. അതിന് ആവേശമായി എടുക്കണം അല്ലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാന്റെ പേര് 2 വട്ടം കേട്ടപ്പോ സമ്പത്ത് മുഴുവനും ആ മനുഷ്യന് നൽകി. ഇപ്പൊ നമ്മൾ അള്ളാന്റെ പേര് എത്ര വട്ടം നമ്മൾ കേട്ടു? നമ്മുടെ സമ്പത്ത് എടുത്തിട്ട് ഒന്ന് അരിച്ചു നോക്കി അതിന്റെ എത്ര ശതമാനം നമ്മൾ ഇവിടെ കൊടുത്തു? കൊടുത്തതൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. അതിന് പകരമായിട്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അല്ലാഹു തആല പേര് നൽകിയത്. ഇബ്രാഹിം നബി അള്ളാഹനെ കൂടുതലായിട്ട് സ്നേഹിക്കുക, പടച്ചറബിനെ മനസ്സറിഞ്ഞ് അള്ളാഹനെ സ്നേഹിച്ച പിന്നൊന്നിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹനെ പേടിച്ച പിന്നെ ഒരു കാര്യത്തെയും നമുക്ക് പേടിക്കണ്ട. നമുക്ക് ഇന്ന് എല്ലാം കൊണ്ടും പേടിയാണ്. ഞാൻ നേരത്തെ മക്കളെ കാര്യത്തിലാകട്ടെ, കുടുംബജീവിതമാകട്ടെ, അല്ലെങ്കിൽ എല്ലാ നിലക്കും നമ്മൾ എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുക. എന്താവും പഠിച്ചോനെ, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, വീടില്ല, മക്കളില്ല, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ പ്രയാസപ്പെടുമ്പോ ആ പേടിക്കൊക്കെ ഒരു പരിഹാരം എന്തേ ഉള്ളൂ? അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ചേർത്ത് വെച്ചാൽ, പടച്ചറബിനെ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഒന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല. മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ദക്ഷിണാഫ്രിക്കയിലെ അവിടെയുള്ള ഒരു പ്രദേശത്തേക്ക് ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രബോധനത്തിനായി അയക്കുകയാണ്. വളരെ ഭീകരമായ കാടിന്റെ ഉള്ളിലൂടെ വേണം ദക്ഷിണാഫ്രിക്കയിലെ ആ നഗരത്തിലേക്ക് എത്താൻ. മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന് അയച്ചപ്പോ അവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് സഹാബത്ത് പറഞ്ഞു, ആമിർ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. പോകുന്ന വഴിക്ക് വലിയ വലിയ കാട്ടാനകൾ ഉണ്ടാകും, പോകുന്ന വഴിക്ക് പുലികൾ ഉണ്ടാവും, കടുവകൾ ഉണ്ടാവും, നിങ്ങളുടെ ജീവന് ആപത്താണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ആമിറ എന്ന് മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് പറഞ്ഞപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല ഞാൻ പോകുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെ പറഞ്ഞയക്കുന്നത്. പറഞ്ഞയച്ചിട്ട് ഞാൻ അവിടെ പോയി പറയുന്നത് അല്ലാഹുവിന്റെ പേരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല സഹാബ, ഞാൻ പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു ആ വനത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ആ വനത്തിന്റെ തുടക്കത്തിലെത്തിയപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു ആ വനത്തിന്റെ ഏറ്റവും മധ്യഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ്. ആരോടാണ് സംസാരിക്കുന്നതെന്നറിയോ? ആനക്കൂട്ടങ്ങളോട്, കടുവക്കൂട്ടങ്ങളോട്, ആ കാട്ടിലെ വളരെ പേടികരമായ വലിയ വലിയ ജന്തുക്കളോട് ആമിർ റളിയല്ലാഹു തആല അൻഹു സംസാരിക്കുകയാണ്. ഓ വന്യമൃഗങ്ങളെ, ആനക്കൂട്ടങ്ങളെ, ആമിർ വന്നിരിക്കുകയാണ്, പറഞ്ഞയച്ചത് പ്രവാചകനാണ്. അതുകൊണ്ട് എനിക്ക് പ്രബോധനത്തിന് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക്
പോകുമ്പോഴോ ഞാൻ ഈ പോകുന്ന വഴിക്ക് എനിക്കൊരു തടസ്സമുണ്ടാകാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വഴിയൊരുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാട് വിട്ട് മറ്റൊരു കാട്ടിലേക്ക് പോയിക്കൊള്ളുക, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കല്ല എന്ന് പറയേണ്ട താമസം ദക്ഷിണാഫ്രിക്കയിലെ പാവപ്പെട്ട മനുഷ്യർ വന്നിട്ട് നോക്കുമ്പോ കടുവകളൊക്കെ കടുവ കുഞ്ഞിനെ കടിച്ചു പിടിച്ചിട്ട് പോകുന്നത് കാണുകയാണ്. പുലികളൊക്കെ പുലിക്കുഞ്ഞുങ്ങളെ കടിച്ചു പിടിച്ചു പോകുന്നത് കാണുകയാണ്. കരടിയും ആനക്കൂട്ടങ്ങളൊക്കെ ആ കാട് വിട്ട് മറ്റൊരു കാട്ടിലേക്ക് കൂട്ടം കൂട്ടമായി പോകുന്നത് കണ്ടപ്പോ അത്ഭുതത്തോടെ നോക്കി നിന്നപ്പോ മനസ്സിലായി, ഒരു മനുഷ്യൻ വന്ന് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം കേട്ട് ഈ ആനക്കൂട്ടങ്ങൾ പേടിച്ചിരണ്ടിട്ട് മറ്റൊരു കാട്ടിലേക്ക് യാത്ര പോകുന്നത് കണ്ടപ്പോ അത്ഭുതത്തോടെ ആ മനുഷ്യനെ നോക്കി നിൽക്കുകയാണ്. ആനക്കൂട്ടങ്ങള് ആ മനുഷ്യന്റെ ആമിർ റളിയല്ലാഹു തആല വർത്തമാനം കേട്ടപ്പോ ആനക്കൂട്ടങ്ങളൊക്കെ മാറി നിന്നു. എന്ത്യ കാര്യം അള്ളാനെ സ്നേഹിക്കാൻ പേടിക്കാണ്ട് ജീവിക്കാൻ കഴിയണം അല്ലെ? നമുക്ക് ഏറ്റവും വലിയ പേടി ആനയാണോ? നമുക്ക് ഏറ്റവും വലിയ പേടി എന്താണ്? അങ്ങോട്ടായിരുന്നു നോക്കണ്ട, അതല്ല അല്ലേ? ബീപി ഉണ്ടെങ്കിൽ ഭാര്യയെ പേടി ഉണ്ടാവും ഇല്ലല്ലോ? അള്ളാഹു നല്ല കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചിരിയിലൊന്നും വലിയ നല്ല ചിരിയൊന്നും കാണുന്നില്ല അല്ലേ? അള്ളാഹു നമ്മുടെ കുടുംബജീവിതമൊക്കെ നന്നാക്കട്ടെ. ഇതില്ലാണ്ട് പിന്നെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പാവപ്പെട്ട നിങ്ങളുടെ ഭർത്താക്കന്മാർ അല്ലെ, ഞാനും എൻ്റെ ഒരു ഭാഗം കൊണ്ട് നമുക്ക് പറയാലോ, അവര് നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രവാസികളായ നാട്ടിലുള്ള ഒരുപാട് പ്രവാസികളൊക്കെ കുടുംബമില്ല, നാടില്ല, എല്ലാം വിട്ടയച്ച് ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അവര് പടാപ്പാട് പെടുമ്പോൾ ഈ പാവപ്പെട്ടവരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്, ഈ പാവപ്പെട്ടവരെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ലക്ഷ്യത്തിലെത്താതിരിക്കാൻ, ആ സ്വർഗം നഷ്ടമാകാൻ ഏറ്റവും വലിയൊരു കാരണം, ഒരു മനുഷ്യന്റെ ആണായിട്ട് വളർന്ന ഒരു മനുഷ്യന്റെ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയാണ്. ആ ഉമ്മയിലൂടെ നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് എത്താം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഉമ്മയാണോ ഉപ്പയാണോ? ഒന്ന് പറയും മനുഷ്യന്മാരെ, ആരാണ് പറയില്ല, കാരണം പുറേ പോയാലും ഇങ്ങനെ അല്ലേ? നമ്മുടെ ഭർത്താക്കന്മാരാണ്. അവർക്ക് വേണ്ട കാര്യങ്ങളും അവരുടെ ആവശ്യങ്ങളൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ പിടിച്ചു നിന്നാൽ അതിന് വലിയ രസം ഉണ്ടാവുമോ? ഏറ്റവും ഞാൻ പെണ്ണുങ്ങളോട് പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ രണ്ടോ തല്ലിക്കൊന്നാലും കുഴപ്പമില്ല, ഈ മുഖം ഇങ്ങനെ കണിപ്പിച്ച് നിൽക്കണം, അത് ഭയങ്കര ഒരു വല്ലാത്തൊരു അല്ലേ? രണ്ട് കിട്ടിയാലും നമുക്കൊരു കുഴപ്പമില്ല, നമ്മളാരും അറിയില്ലല്ലോ, നമ്മളുണ്ടാവുമല്ലേ. പക്ഷെ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് ചോദിച്ചതിനും മറുപടി അറിയില്ല, നോക്കിയാൽ അങ്ങോട്ട് തിരിയാ ഒരു അല്ലേ? ഭയങ്കര ഈ പാവം സാധു രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ചോര നീരാക്കി വലിയ പ്രയാസപ്പെട്ട് വീട്ടിൽ വന്നിട്ട് ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് വലിയ പ്രതീക്ഷത്തില് ഉള്ള മീനും ഉള്ള ചിക്കനൊക്കെ വാങ്ങിയിട്ട് വലിയ സന്തോഷത്തിൽ വരുമ്പോ പുരയിലുള്ളതിന് ഇതും വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ ഭർത്താവിന് ആ സമയത്ത് അങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോ പുഞ്ചിരിയോടുകൂടെ ആ ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു പെണ്ണാണോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പിന്നെ അധികം ദൂരമില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ്. ഇന്നത്തെ വയത് മുതലായില്ലേ? നാളെ നീ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല, ഇന്നത്തെ മുതലായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവരുടെ കാര്യത്തിൽ നമ്മൾ വലിയ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ ആക്ഷേപിച്ച് നമ്മൾ നിങ്ങളുടെ ഭാഗത്താണെങ്കിലും അവരെ നമ്മൾ പരിഗണിക്കേണ്ടത് തന്നെയാണ്. അവരുടെ ആവശ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വളരെ പക്വമായി നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടതാണ്. അവർക്ക് പറയാനും ചേർത്ത് നിർത്താനൊക്കെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മളാണ്. അത് ആ രൂപത്തിൽ നമ്മൾ നല്ലൊരു കുടുംബ ജീവിതമായി ഉപ്പയും ഉമ്മയും അമ്മോഷനും അമ്മായിയും ഒക്കെ ആയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട അമ്മായിമാരുണ്ടെങ്കിൽ ഒരുപാട് മരുമക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ആയിട്ടുള്ളൊന്നും അധികം അടങ്ങാറാക്കരുത്, സാധുക്കളാണ് അല്ലെ? നമ്മളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഒരേല് മോളെ പുതിയാപ്പിള വന്നാല് ദുനിയാവിലുള്ള ഭക്ഷണം മുഴുവൻ നമ്മൾ അവിടെ ഉണ്ടാക്കും, നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കും, കടക്കാൻ നല്ല കടക്ക വിരിച്ചു കൊടുക്കും, തണുപ്പാണെങ്കിൽ നല്ല പുതപ്പ് കൊടുക്കും, എല്ലാം കൊണ്ടും ആർക്ക്? മോളെ ഭർത്താവിന് അല്ലെ? മോളെ ഭർത്താവിന്റെ പുറകേക്ക് വന്നാല് അതേ സ്ഥാനം തന്നെയാണ് മോന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ അല്ലേ? രണ്ടും ഒരേമാതിരിയല്ലേ? മോനും മോളും നമുക്ക് ഒരേമാതിരിയല്ലേ? പക്ഷെ ആ പുതിയാപ്പിള എന്ന് പറഞ്ഞാല് അത് ഭയങ്കര, മരിക്കണത് വരെ ഇവിടെ അല്ലാന്നേ ഉള്ളൂ. കണ്ണൂരൊക്കെ പോയാൽ മരിച്ച് കബറിൽ പോയാലും എന്റെ പുതിയാപ്പിളിന്റെ കബർ എന്നാ പറയാ. പക്ഷെ വീട്ടിലുള്ള മരുമക്കള് കെട്ടിച്ച് നമ്മുടെ മക്കളുടെ, നമ്മുടെ ആൺകുട്ടികളുടെ ഭാര്യമാര്, അവരുടെ കാര്യത്തിൽ നമുക്ക്
എന്തോ എവിടെയോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ചേർത്ത് പിടിക്കും. ഈ അടുത്ത് പിന്നെ നമ്മുടെ ഏതോ ഒരു വാട്സപ്പിലെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, ഏതോ ഒരു മരുവളും അമ്മായിമ്മയും. മരുവൾ ഇങ്ങനെ ബൈക്കിൽ കെട്ടിയിട്ട് അമ്മായിമാരെ ബൈക്കിൽ പോവല്ലേ, എവിടുക്കാ പോകണ്ട പോയിക്കോളി. നല്ല ബന്ധങ്ങൾ അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ സന്തോഷമാണ്. വീട്ടിൽ തീരെ ചേരാത്ത രണ്ട് സാധനം എന്ന് പറയുക അമ്മായിമ്മയും മരുവളാണ്. അതിന്റെ പേരിലാണ് ഉള്ള കച്ചറ മുഴുവനും ഉണ്ടാകുക. നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുവാനും അത് കാരണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പൊന്നു അമ്മായിമ്മമാര് ഐറ്റാണ് അധികം ഇടങ്ങാറാക്കരുത്. നിങ്ങൾക്ക് മുതലായില്ലേ? അള്ളാഹു ഖൈറിലാക്കട്ടെ. പടച്ചറപ്പ് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ സ്വർഗ്ഗത്തിലേക്ക് ഒരു കുടുംബം ഒരുമിച്ച് നാളെ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ കുടുംബത്തെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ കുടുംബത്തെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം വളരെ പരിമിതിയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ആമിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹനെ കുറിച്ച് സ്നേഹിച്ചപ്പോ, അല്ലാഹനെ ചേർത്ത് നിർത്തിയപ്പോ പിന്നെ ദുനിയാവിലൊന്നും പേടിക്കാതെ നെഞ്ചും വിരിച്ചു മുന്നോട്ട് ജീവിച്ചു പോകാൻ സാധിച്ചു. എന്നൊന്നും പേടില്ല. എല്ലാം നല്ല രൂപത്തിലാണ്, എല്ലാം ഹൈറായ രൂപത്തിലാണ്. അള്ളണ്ട് എന്നുള്ള പടച്ചുറപ്പുണ്ട് എന്നുള്ള പിന്നെ വേറെ ദുനിയാവിന് എല്ലാം നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. എല്ലാം നഷ്ടപ്പെട്ടു, ഒരു രക്ഷയുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളെ എല്ലാ പ്രശ്നത്തിലും പെട്ടാലും അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടോ? ഒരു പ്രശ്നമില്ല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, സമയമായോ? നിർത്താനായോ? ഇല്ല, കുറച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചും ആളുകള് മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയേറെ വിഷമായി. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് വന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. കാരണം നിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞ മാനസികമായി വലിയ വിഷമാണ്. തന്റെ ഭാര്യയെ കുറിച്ചും മറ്റൊരു ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചും മോശപ്പെട്ട വർത്തമാനങ്ങൾ ആളുകൾ പറഞ്ഞപ്പോ ഭർത്താവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനസികമായി വലിയ വിഷമം വന്നു. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ തന്റെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിൽക്കുന്നുണ്ട്. പിതാവിന്റെ പക്കൽ ഇരുന്നിട്ട് ആയിഷ പറഞ്ഞു, ഉപ്പാ ഉപ്പാ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഉപ്പാ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു ഉപ്പാ. ആ സമയത്ത് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, മോളെ, അല്ലാഹുവിന്റെ റസൂലിനെ നീ വിഷമിപ്പിച്ചോ? എന്നോടൊന്നും പറയണ്ട, എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കൂ. വലിയ പ്രതീക്ഷയിൽ വന്ന ഉപ്പയും കൈവിട്ടു, ഭർത്താവും കൈവിട്ടു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് എന്റെ ഉമ്മയാണ്. ആ ഉമ്മ റുമാന്റെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കൈവിട്ടു ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ദേഷ്യം പിടിച്ചു ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു ഉമ്മ. എല്ലാ വിഷമത്തിന്റെ നടുവിൽ നിന്ന് ഉമ്മയോട് പറഞ്ഞപ്പോ ആ സങ്കടത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പുകയവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവന് ആരാ ആയിഷ ബീവി എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ ഏത് നേരത്തും ചേർത്തി പിടിച്ചവരാണ്. തന്റെ ഭർത്താവിന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന പ്രിയപ്പെട്ട പത്നിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ഉച്ച സമയത്ത് വല്ലാണ്ട് വിശന്നിട്ട് ആയിഷയുടെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിയുടെ വീട്ടിൽ വന്ന് വാതിൽ മുട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ വാതിൽ തുറന്നു നോക്കി. ആയിഷ ബീവി വാതിൽ തുറന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പ്രിയപ്പെട്ട ഭർത്താവിനോട് വീട്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞു. എന്റെ ഭർത്താവ് ഈ സമയത്ത് എന്തിനാണ് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്? ഇന്ന് എന്റെ വീട്ടിലേക്ക് വരേണ്ട ദിവസമല്ലല്ലോ. എന്തോ ആവശ്യം കണ്ടിട്ടാണ് പ്രവാചകൻ വന്നത്. ഓടിച്ചെന്നിട്ട് പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ ഭർത്താവ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി എന്ന ഭാര്യയോട് പറഞ്ഞു, ആയിഷ, ഇന്ന് കഴിക്കാൻ വല്ലതും എന്റെ വീട്ടിലുണ്ടോ? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട് ആയിഷ, വല്ലാത്ത വിശപ്പ് ഞാൻ സഹിക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ എന്റെ വീട്ടിലുണ്ടോ? ആ സമയത്ത് ആയിഷ ബീവിക്കറിയാം എന്റെ വീട്ടിലൊന്നും ഇല്ല എന്നുള്ളത്, എന്റെ വീട്ടിലൊന്നും ഇല്ല എന്നുള്ളത് ആയിഷ ബീവിക്കറിയാം. എങ്കിലും പ്രവാചകനെ ഒന്ന് സമാധാനം
സമാധാനിപ്പിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനൊന്ന് സമാധാനം കൊടുക്കാൻ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് കമഴ്ത്തി വെച്ച പാത്രങ്ങളൊക്കെ വെറുതെ ഒന്ന് പൊത്തിച്ചു നോക്കി. അവിടെ ചെന്ന് പാത്രത്തിന്റെ മുകളിലൊക്കെ ഒന്ന് ശബ്ദമുണ്ടാക്കി. എന്നിട്ട് രണ്ട് തേങ്ങൽ ഇങ്ങനെ കേൾക്കുകയാണ് പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂൽ എവിടെ നിന്നോ രണ്ട് തേങ്ങൽ ഇങ്ങനെ കേൾക്കാൻ, തേങ്ങി കരയണത് കേൾക്കാൻ അടുക്കളയിലേക്ക് കടന്നു ചെന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ കാലിന്റെ ഇടയിലേക്ക് തന്റെ തല പൂഴ്ത്തി വെച്ചിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ആയിഷ ബീവി എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് വിശന്ന് സഹിക്കാൻ വയ്യാതെ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു കാരക്കയുടെ കഷ്ണം പോലും എന്റെ പ്രവാചകന് കൊടുക്കാനുണ്ടെടുത്തില്ലല്ലോ. പൊട്ടിക്കരഞ്ഞ ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മുഖം പിടിച്ചു പൊന്തിച്ചിട്ട് എന്തിനാണ് മോളെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങന്റെ വീട്ടിലേക്ക് വലിയ പ്രതീക്ഷയിൽ വശന്ന് വന്നതല്ലേ, അങ്ങ് വന്നിട്ട് അങ്ങേക്ക് ഒരു കാരക്കയുടെ ചീന്ത് പോലും തരാൻ എന്റെ കയ്യിലില്ലല്ലോ, അതാലോചിച്ച് ഞാൻ കരഞ്ഞതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? വിശന്നിട്ട് ഉച്ചക്ക് പള്ളയെ പയച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ചോറ് എടുക്കുക പറയുമ്പോ ഇന്നിപ്പോ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വഭാവം എങ്ങനെയാണ്? എന്ത് നല്ല മാന്യന്മാരില്ലേ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ നമ്മളെ സ്വഭാവം. പിന്നെ അവിടെ പറയേണ്ടിയല്ലേ, ഭയങ്കര പ്രശ്നമായി, ഒച്ചപ്പാടായി, ഫലാക്കായി, ഭയങ്കര പ്രശ്നം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഒന്നും തിന്നാല്ലേ? ഇല്ല നബിയെ, നീയൊന്നും തിന്നിട്ടില്ല, ഞാനൊന്നും തിന്നിട്ടില്ല നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവ് പറഞ്ഞു, ആയിഷ എന്നാൽ ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പെടുത്തുകൊള്ളാം. അല്ലാഹു ആ പ്രവാചകന്റെ അനുയായികളായി അതേപോലെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്രയേറെ പ്രയാസത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു പ്രവാചകൻ അല്ലേ. ഉഹദ് മലയോട് ചൂണ്ടിയിട്ട് ഉഹദ് മലയെ നീ സ്വർണ്ണമാവുക എന്ന് പറഞ്ഞാൽ ആ ഉഹദ് മല അപ്പടി സ്വർണ്ണമായിട്ട് പ്രവാചകന്റെ മുന്നിൽ നിൽക്കും. ആ പ്രവാചകന്റെ ജീവിതം. ഒരു ദിവസം ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് പോയപ്പം ഫാത്തിമാവിന്റെ വീട്ടിൽ ഹസൻ ഹുസൈനാൻ തങ്ങള് ഈത്തപ്പഴം പൊതിഞ്ഞു കൊണ്ടുവരുന്ന ചാക്കിൽ കിടന്നിട്ട് ഇങ്ങനെ കരയാണ്. പാലുടിക്കുന്ന മക്കളാണ്. ഫാത്തിമ ബീവിന്റെ മക്കള് ഹസൻ ഹുസൈനാൻ പൊട്ടി ഇങ്ങനെ കരയാണ്. ചെറിയ മക്കളാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് ഫാത്തിമ ബീവിനോട് ചോദിച്ചു, ഫാത്തിമ എന്താ മക്കൾ ഇങ്ങനെ കരയണം, ഏറ്റവും നിങ്ങൾ തിന്നാൻ കൊടുക്കുക ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ അടുപ്പ് പോയിട്ട് 3 മാസമായി നബിയെ. നബി എന്റെ വീട്ടിൽ അടുപ്പ് പോയിട്ട് 3 മാസമായി നബിയെ. അപ്പൊ നബി പറഞ്ഞു, ഫാത്തിമ ഈ ഒരു ഉമ്മയല്ല ഫാത്തിമ, ആ മക്കൾക്ക് അല്പം പാല് കൊടുത്തൂടെ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് മുത്തുനബി അപ്പുറത്തേക്ക് മാറി നിന്നു. അല്പനേരം കഴിഞ്ഞിട്ടും മക്കളുടെ കരച്ചിലിനൊരു മാറ്റമില്ല. ആ സമയത്ത് പ്രവാചകൻ കുറച്ച് ഗൗരവത്തോടുകൂടെ, കുറച്ച് ദേഷ്യത്തോടുകൂടെ ഫാത്തിമാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ നിന്നോടല്ല ഞാൻ ആ മക്കൾക്ക് പാൽ കൊടുക്കാൻ പറഞ്ഞത്, എന്തേ ഫാത്തിമ പാൽ കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ 2 കൈകളെ കൊണ്ട് തന്റെ മുഖം പൊത്തിയിട്ട് എങ്ങനടിച്ച് കരയാണ്. പൊട്ടി കരഞ്ഞിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ കൈ ഇങ്ങനെ മാറ്റിയിട്ട് പൊന്നുമോളോട് ചോദിച്ചു, എന്ത് പറ്റി പൊന്നുമോളെ? ആ സമയത്ത് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഭക്ഷണം കഴിക്കാതെ എന്റെ സ്ഥലങ്ങളിലെ പാല് പറ്റിപ്പോയി പ്രവാചകൻ. അങ്ങനത്തെ പ്രവാചകൻ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ കാണാൻ. അത്രയേറെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചപ്പോഴും അല്ലാഹനെ മറന്നില്ല. രാത്രി എഴുന്നേറ്റ് പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടിയപ്പോ ആയിഷ ബീവി ചോദിച്ചു, നബിയെ എന്തിനാണ് അങ്ങനെ നിസ്കരിക്കുന്നത്? അഫലാ അകൂന അബ്ദൻ ശുക്കൂറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ എന്റെ റബ്ബിന് ശുക്റുള്ള അടിമയായി മാറണ്ട ആയിഷ ഞാൻ. അത്രയേറെ പ്രയാസകരമായി പ്രവാചകന്റെ കൂടെ നിന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയായ ഉമ്മു റുമാനും ആയിഷ ബീവിയെ കൈവടിഞ്ഞപ്പോ എല്ലാവരും കൈവടിഞ്ഞു. ആളുകൾ കുറ്റപ്പെടുത്തി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിൽ റൂമിൽ കയറിയിട്ട് ഇരുട്ടത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. ആരാരുമില്ല ചേർത്ത് നിർത്താൻ, സങ്കടം പറയാൻ ആരുമില്ല. ആളുകളെല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലും കൈവടിഞ്ഞു. ദിവസങ്ങൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഒരുപാട് ദിവസവും കൊടിഞ്ഞു പോകാൻ തുടങ്ങി. അവസാനം സൂറത്തുൻ നൂറിലെ 18-12 ആയത്തുകൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ആ സമയത്ത് ഓടി വന്നിട്ട്
എന്നിട്ട് പ്രവാചകൻ കെട്ടിപ്പിടിച്ചിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ നിന്റെ പേരിൽ അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കി. ആയിഷ സന്തോഷത്തോടെ ആയിഷ ബീവി തിരിച്ചു കെട്ടിപ്പിടിച്ചു. തന്റെ കൂട്ടുകാരികൾ വന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാരെ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയോട് ആയിഷ ബീവിയോട് തന്റെ കൂട്ടുകാരികൾ വന്നിട്ട് പറഞ്ഞു, ആയിഷ ആയിഷ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്, നിങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയല്ലോ, നിങ്ങൾക്ക് എത്ര വലിയ ഭാഗ്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പുതുവണവാട്ടി മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്താ നിങ്ങൾ പറയണത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ എന്റെ പേരിൽ ആയത്തിറങ്ങിയതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. കാരണം എന്തെന്നറിയോ? നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയ അന്ന് മുതൽ, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയ അന്ന് മുതൽ എന്റെ ഭർത്താവും എന്റെ പിതാവും എന്റെ മാതാവും എല്ലാവരും എന്നെ കൈവടിഞ്ഞ സമയത്ത് രാത്രി ഇരുട്ടത്തിരുന്ന് എന്റെ പണി എന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. രാത്രി ഒറ്റക്കിരുന്ന് ഇരുട്ടത്തിരുന്ന് ഞാൻ എന്റെ റബ്ബിന്റെ ദിക്ർ ചൊല്ലലാണ്, അല്ലാഹുവിനെ ചേർത്ത് പിടിക്കലാണ്. എന്റെ പ്രശ്നങ്ങളും എന്റെ പരിഭവങ്ങളും എന്റെ പരിവട്ടങ്ങളും അല്ലാഹുവിനോട് ഞാൻ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞു പറഞ്ഞപ്പോ പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ എന്നെ കുറിച്ച് ആയത്തിറക്കാതിരിക്കാൻ കഴിയുക എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ ആരും എല്ലാത്തിന്റെയും നടുവിൽ ഒറ്റപ്പെട്ടു പോയാലും അല്ലാഹു ഉണ്ടെന്ന വലിയ ചിന്ത വേണം. അതിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പറ്റില്ല. നമ്മളാണെങ്കിലോ എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ പിന്നെ നമുക്ക് അല്ലാഹ് വേണ്ട, പിന്നെ നമുക്ക് പള്ളി വേണ്ട, ദീന് വേണ്ട, ഒന്നും വേണ്ട, തോന്നിയതുപോലെ നമ്മൾ ഇങ്ങനെ ജീവിക്കലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാ നിലക്കും ഒറ്റപ്പെട്ടു പോകുമ്പോ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനത്തിനായിട്ട് ആ നാട്ടിലേക്ക് കടന്നു ചെന്നു. ആ നാട്ടിൽ 40 വർഷം പ്രബോധനം ചെയ്തു. ആ നാട്ടിൽ ഒരു മനുഷ്യൻ യൂനുസ് നബിയെ അംഗീകരിച്ചില്ല. അവർ പറഞ്ഞതൊന്നും ആളുകൾ കേട്ടില്ല, ഉൾക്കൊണ്ടില്ല. അവസാനം അല്ലാഹു നിശ്ചയിച്ച ആ സ്ഥലത്ത് നിന്ന് അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ യൂനുസ് നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. നേരെ ചെന്ന് കടപ്പുറത്തേക്ക് കടന്നു ചെന്നു. അവിടെ നങ്കൂരമിട്ട് നിൽക്കുന്ന കപ്പലിൽ കയറി. ആ കപ്പലിൽ കയറിയിട്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ സമ്മതമില്ല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരമാലകളെ കീറി മുറിച്ച് ആ കപ്പൽ ഇങ്ങനെ ആ സമുദ്രത്തിന്റെ മധ്യനടുവിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. മധ്യഭാഗത്തെത്തിയപ്പോ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ കാറ്റടിച്ചു, വല്ലാത്ത മഴ പെയ്തു. കപ്പിത്താൻ പറഞ്ഞു, നമ്മുടെ കപ്പലിൽ ഏതോ ഒരു വളരെ മോശപ്പെട്ട പ്രവർത്തനം ചെയ്ത അല്ലാഹുവിനെ ധിക്കരിച്ച ഒരു മനുഷ്യൻ ഈ കപ്പലിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പലിൽ നിന്ന് ആ മനുഷ്യനെ വലിച്ചെറിയാതെ, ആ മനുഷ്യനെ പുറത്താക്കാതെ ഈ കപ്പലിൽ നിന്ന് നമ്മളാരും രക്ഷപ്പെടുകയില്ല. ഈ കപ്പലിൽ നിന്ന് ആ മനുഷ്യനെടുത്ത് പുറത്തിടാണ്ട് നമ്മളാരും രക്ഷപ്പെടില്ല എന്ന് ആ കപ്പിത്താൻ പറയാണ്. എല്ലാവരും ചോദിച്ചു, എങ്ങനെയാണ് ആളുകളെ ആ മനുഷ്യനെ നമ്മൾ തെരഞ്ഞെടുക്കുക? അല്ലെങ്കിൽ കപ്പിത്താൻ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു, എല്ലാവരുടെ പേര് എഴുതിയിട്ട് നമുക്ക് നറുക്കെടുക്കാം. നറുക്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യത്തെ നറുക്കെടുത്തു, പേര് വന്നു യൂനുസ് ബിൻ നൂൻ. രണ്ടാമത്തെ ഫസ്റ്റ് നറുക്കെടുത്തപ്പോ യൂനുസ് നബി പറഞ്ഞു, ഇല്ലല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, എന്നെ നിങ്ങൾ ഈ സമുദ്രത്തിലേക്ക് വലിച്ചെറിയല്ല, ഒന്നുകൂടെ നിങ്ങൾ നറുക്കെടുക്കണേ. രണ്ടാമത്തെ തവണയും നറുക്കെടുത്തു, പേര് വന്നത് യൂനുസ് നബിയുടേത് തന്നെ. മൂന്നാമത്തെ തവണയും നറുക്കെടുത്തപ്പോ അപ്പോഴും പേര് വന്നത് യൂനുസ് ബിൻ നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് വന്നപ്പോ, യൂനുസ് നബിയുടെ പേര് വന്നപ്പോ, ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആളുകൾ തന്റെ 2 കൈയും കാലും കെട്ടിയിട്ട് ആ സമുദ്രത്തിന്റെ ആഴക്കടലിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയവേ, അതാ യൂനുസ് നബി ആ സമുദ്രത്തിൽ കിടന്ന് താനും പൊന്തിയും
നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പെടാപ്പാടുപെടുമ്പോ അതാ ദൂരെ നിന്നൊരു നീലത്തിമിംഗലം പാഞ്ഞു വരികയാണ്. ആ നീലത്തിമിംഗലം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേരെ വന്നിട്ട് യൂനുസ് നബിയെ വായ തുറന്ന് യൂനുസ് നബി തിമിംഗലത്തിന്റെ വയറ്റിന്റെ അകത്തളത്തിലേക്ക് കടന്നു പോവുകയാണ്. കപ്പല് കടന്നുപോയി, ആരുമില്ല. എവിടെയാണ്? സമുദ്രത്തിന്റെ ഒത്ത നടുവിൽ. അതും എന്തിന്റെ ഉള്ളിൽ? രക്ഷപ്പെടാൻ ഒരു തുരുമ്പ് വള്ളി പോലുമില്ല. ഒരു രക്ഷയുമില്ലാതെ കപ്പല് പോയി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ കടലിലായി. കടലിൽ നിന്നാണെങ്കിലോ മത്സ്യം വിഴുങ്ങി കടലിന്റെ ആഴക്കടലിലേക്ക്, സമുദ്രത്തിലേക്ക് മത്സ്യം കടന്നുപോയി. രക്ഷപ്പെടുവോ? ചരിത്രം കേട്ടതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുന്നു പറയാം അല്ലെ? നമുക്കൊരു പ്രയാസം വന്നാൽ, നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ആ പ്രശ്നത്തിന് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ അതിന് പരിഹാരമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ കയറെടുക്കുക, അല്ലെങ്കിൽ വിഷം കഴിക്കുക. നമ്മുടെ സമുദായത്തിൽ കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ലല്ലോ. ഏതൊരു പ്രശ്നത്തിന്റെ നടുവിലും പ്രതിവിധി ആത്മഹത്യ കാണുമ്പോ, എല്ലാ പ്രശ്നത്തിലും എത്ര വലിയ ബുദ്ധിമുട്ടിലും പെട്ടുപോയാലും എല്ലാത്തിനും പരിഹാരം എന്റെ റബ്ബാണ്. ആരെന്നെ കൈവടിഞ്ഞാലോ, എത്ര വലിയ സമുദ്രത്തിന്റെ ഉള്ളിലായാലോ, ആ സമുദ്രത്തിലും മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ഒരു രക്ഷയുമില്ലാതെ, ഒരു കടിഞ്ഞാണുമില്ലാണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കവേ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വയറ്റിൽ നിന്ന്, ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. അങ്ങനെ ദിക്ർ ചൊല്ലി അല്ലാഹുവിനെ ഓർത്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് മാറവേ, ആ സമയത്തതാ ഒരു ദിവസം ആ മത്സ്യം സമുദ്രത്തിന്റെ മുകൾ ഭാഗത്തേക്ക് വരുന്നു. നേരെ കരയോടടുത്തിട്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരയിലേക്ക് തുപ്പുകയാണ്. ഒരുപാട് ദിവസം ഈ മത്സ്യത്തിന്റെ വയറ്റിലായതുകൊണ്ട് തന്നെ ശരീരമൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. യൂനുസേ, എന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടല്ല. ആ സമയത്ത് അല്ലാഹു തആല അവിടെ ഒരു വൃക്ഷത്തെ മുളപ്പിക്കുകയാണ്. ആ വൃക്ഷത്തിന്റെ ഇലയെടുത്തിട്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടുമ്പോ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരം പഴയതുപോലെ തന്നെ ആവുകയാണ്. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുകയാണ്. ഞാൻ അവസാനിപ്പിക്കാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ലക്ഷ്യത്തിലെത്താൻ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുക, പടച്ച റബ്ബിനെ സ്നേഹിക്കുക. അതാണ് ഏറ്റവും വലിയ മാർഗം എന്നുള്ളത്. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന മരണത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനി സ്വർഗത്തിലേക്ക് പോകണം. ജീവിതം നന്നാക്കി, തെറ്റുകളിൽ നിന്ന് മാറി നിന്നോ, അള്ളാഹുവിനെ സ്നേഹിച്ചു, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറി, ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും പ്രശ്നമില്ല, മനുഷ്യരോടും എല്ലാ നിലക്കും നമ്മള് നല്ല രൂപത്തിൽ സഹവർത്തിക്കുമ്പോ അതിന് നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ നാളെ സ്വർഗ്ഗം ലഭിക്കും. അള്ളാഹുമായിട്ടുള്ള ബന്ധം മാത്രം സുദൃഢമാക്കിയാൽ പോരാ, ജനങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല സുദൃഢം. ഒരാളോടും നമുക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ചുണ്ടയിൽ എന്റെ മഹല്ലത്തിൽ അല്ലേ, പാവപ്പെട്ട മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ചെറിയ 2 മക്കളുണ്ട്. മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാവിലെ ഓട്ടോ ഡ്രൈവറായ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാവിലെ ചുണ്ട സ്റ്റാൻഡിലേക്ക് തന്റെ ഓട്ടോറിക്ഷ എടുത്തു വരികയാണ്. താറ് ജീപ്പിൽ 2 സഹോദരന്മാർ. ഒരു സഹോദരൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു മനാഫ് വരുന്നുണ്ട്. നിർത്തിയിട്ട താറ് ജീപ്പുമായിട്ട് പാഞ്ഞു വന്ന പ്രിയപ്പെട്ട മനാഫിന്റെ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് മനാഫിനെ കൊലപ്പെടുത്തി കളഞ്ഞു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്തിന്റെ പേരിൽ? ദേഷ്യം, വെറുപ്പ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, നബിയെ എന്നോടൊന്ന് വസിയത്ത് ചെയ്യണേ പ്രവാചകരെ. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, ലാ തഖദബനി, ഒരിക്കലും ദേഷ്യം പിടിക്കാൻ പാടില്ല. ലാ തഖദബനി, ഒരിക്കലും ദേഷ്യം പിടിക്കാൻ പാടില്ല. കാരണം ദേഷ്യം എന്ന് പറയുന്നത് ശൈത്താൻ, അത് ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ദേഷ്യം എന്ന് പറയുന്നത് ശൈത്താന്റെ പക്കൽ നിന്നുണ്ടാകുന്നതാണ്. ഇത് പറഞ്ഞതും ആര് തന്നെയാണ്? ശൈത്താൻ തന്നെ ഇത് പറഞ്ഞതും. ദേഷ്യം ആരിൽ നിന്നുണ്ടാകുന്നത്? ശൈത്താൻ. അത് ആരാ പറഞ്ഞത്?
ശൈത്താൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇബ്ലീസ് പറഞ്ഞു, ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്ലീസും തമ്മിൽ ചില വർത്തമാനങ്ങൾ ഉണ്ടായി. അത് വലിയ ചരിത്രം, ഞാൻ ഇതിലേക്ക് കടക്കില്ല, സമയം വളരെ കുറവാണ്. നമുക്ക് ആവശ്യമായ ഭാഗം മാത്രം പറയാം. സംഭവങ്ങൾ കഴിഞ്ഞ് അവസാനം പിരിഞ്ഞു പോരുന്ന സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടില്ലേ, അതുകൊണ്ട് മൂസാ നബിയെ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇബ്ലീസ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുത്ത കാര്യം, മൂസാ നബിയെ, നിങ്ങൾ ഒരിക്കലും ദേഷ്യം പിടിക്കാൻ പാടില്ല. കാരണം ദേഷ്യം പിടിക്കുന്ന ഒരു മനുഷ്യർക്ക് കുട്ടികൾ തട്ടിക്കളിക്കുന്ന പന്ത് പോലെയാണ് ദേഷ്യം പിടിക്കുന്ന ആള്. ദേഷ്യം പിടിച്ചാല് കുട്ടികൾ തട്ടുന്ന പന്ത് നമുക്ക് എവിടുക്കും വേണേ തട്ടാം. ഒരാൾക്ക് ദേഷ്യം വന്ന പിന്നെ ആ മനുഷ്യൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ ആ മനുഷ്യൻ മാറാൻ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് പല തൊലാഖുകളും പല കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിച്ചു പോകാനൊക്കെ ഉള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ദേഷ്യം. ഒന്നില്ല മൂപ്പത്തിയാർക്ക് ദേഷ്യം, അല്ലെങ്കിൽ മൂപ്പർക്ക് ദേഷ്യം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാ നിലക്കും എല്ലാ ബന്ധങ്ങളും സുദൃഢമായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളും സുദൃഢമായി, ഒരാൾക്കും നമ്മളെ കുറിച്ച് കുറ്റം പറയാനില്ല, എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയുന്നത്. ആ മനുഷ്യൻ എന്തോ ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ അവസാനം നാളെ നമ്മൾ മരിച്ചു പോവില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? നാളെ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഇതേപോലെ നാളെ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ പന്തലൊരുക്കപ്പെടും. ആളുകൾ എല്ലാവരും പറയും, ഇന്നാലിന്നാള് മരണപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ നിന്ന് പള്ളി ഉസ്താദ് വിളിച്ചു പറയും, ഇന്നാലിന്ന വീട്ടുകാരനെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി എന്ന് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നാളെ നമ്മളുടെ പേര് പറഞ്ഞിട്ട് വിളിച്ചു പറയില്ലേ? ആ സമയം നാളെ നമുക്ക് കടന്നു വരില്ലേ? ആ സമയം നന്നായാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പാത വളരെ എളുപ്പമായി. നല്ല മനുഷ്യനായി മരിക്കാം. ആളുകൾ പറയണം, എന്തോ ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ നാളെ നമ്മൾ മരിച്ചു പോകും. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ കട്ടിലിടും. ആ കട്ടിലിൽ നമ്മുടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടത്തും. ആളുകൾ എല്ലാവരും കൂടി, ഇത്ര നാള് നമ്മൾ ഒറ്റക്കാണ് കുളിച്ചത്, അന്ന് നമ്മളെ ആളുകൾ കുളിപ്പിക്കപ്പെടും. ഇത്ര നാള് നമ്മൾ ഒറ്റക്കാണ് ഡ്രസ് ധരിച്ചത്, അന്ന് നമ്മളെ വസ്ത്രം ആളുകൾ ഉടുപ്പിക്കും. അങ്ങനെ നമുക്ക് അത്ര ഊശിയിട്ട് നാളെ വെള്ളത്തുണിയിൽ 3 കെട്ട് കെട്ടിയിട്ട് നമ്മുടെ വീട്ടിന്റെ ഉമ്മരത്തിലെ കട്ടിലിൽ നമ്മളെ കിടത്തുന്ന അവസ്ഥയില്ല മുമ്പിനേ. അങ്ങനെ ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടും. ആരോ പറയും, പള്ളിയിൽ നിന്ന് ഉസ്താദിനെ വിളിക്കാൻ സമയമായോ? പ്രിയപ്പെട്ട വാക്യ ഉസ്താദിനെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് നമ്മുടെ വാക്യ ഉസ്താദ് ഫാത്തിഹ വിളിക്കും, നമുക്ക് വേണ്ടിയിട്ട് യാസീൻ ഓതും. ആളുകൾ പറയും, മയ്യത്തെടുക്കുകയാണ്. എല്ലാവരും പൊട്ടിക്കരഞ്ഞ് ചുമലിലേറ്റ് മയ്യത്ത് കട്ടിലേക്ക് നാളെ നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകില്ല മുഅ്മിനേ. ആ സമയത്ത് നമ്മുടെ മരണം നന്നായിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് തീരാ നഷ്ടമാ. നമ്മുടെ ലക്ഷ്യം നമുക്ക് പതറുന്നതാണ്. അങ്ങനെ നാളെ മരിച്ചു നാളെ അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോ ഇതാ ദുഃഖത്തിൽ അവസാനം ഈ ഭൂമി മുഴുവനും പൊട്ടിക്കഷ്ണങ്ങളാകുകയാണ്. ഈ ഭൂമികൾ മുഴുവനും പൊടിയുകയാണ്. അങ്ങനെ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടും. പടച്ചറപ്പിന്റെ മുന്നിൽ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടും. ലക്ഷ്യത്തിലെത്താൻ നമുക്ക് അല്പം ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് മലക്കുകൾ മുഴുവനും നമ്മുടെ ചുറ്റും ഇങ്ങനെ സ്വഫായി നിൽക്കും. മലക്കുകളുടെ പത്മവ്യൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ പതറി നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നാളെ നമ്മുടെ മുന്നിലേക്ക് നരകത്തെ കൊണ്ടുവരിക. നമ്മളാണെങ്കിലോ ഒരു ചാണമുറിൽ സൂര്യനാണ്, താഴെ ചെമ്പിന്റെ തറയാണ്. ചില ആളുകൾ ആ രക്തത്തിൽ അവിടെ നിന്ന് വയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കൊളിക്കും. ചിലരാണെങ്കിലോ ആളുകളെ വയർപ്പിൽ ഇങ്ങനെ കളിക്കും. ചില ആളുകൾ വയർപ്പിൽ ഇങ്ങനെ നീന്തി കളിക്കുകയാണ്. വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നാളെ നരകത്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. കത്തിക്കാവുന്ന നരകം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് നാളെ നരകത്തെ കൊണ്ടുവരിക? നാളെ നരകത്തെ എങ്ങനെയാണ് നബിയെ, നാളെ എങ്ങനെയാണ് നരകത്തെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ആ നരകത്തിന് 70,000 കണ്ണികളുണ്ട്. ആ 70,000 കണ്ണികളിലും 70,000 മലക്കുകൾ പിടിച്ചിട്ട് വലിച്ചിഴച്ച് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് നരകത്തെ കൊണ്ടുവരോ. നാളെ നമ്മുടെ മുന്നിലേക്ക് നരകത്തെ കൊണ്ടുവരോ. ഇന്ന് തോന്നിയതുപോലെ ജീവിക്കുന്ന, അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ, വിശുദ്ധ ഖുർആനെ അംഗീകരിക്കാതെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. തോന്നിയതുപോലെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ജീവിക്കും. പള്ളി ഉസ്താദ് പറഞ്ഞിട്ട് കാര്യമില്ല.
എത്ര വയത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾക്ക് തോന്നിയതുപോലെ തെമ്മാടിയായി ഞങ്ങൾ ജീവിക്കോ, അത് പറയാൻ നിങ്ങൾ ആരടാ എന്ന് ധിക്കാരത്തോടെ ചോദിച്ച് അള്ളാന്റെ ദുനിയാവിൽ ധിക്കാരിയായി ജീവിച്ച് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നരകത്തെ കൊണ്ടുവരുമ്പോ, നമ്മളെ മുന്നിലേക്ക് നരകത്തെ നാളെ കൊണ്ടുവരുമ്പോ യൗമഇദി യതദക്കറുൽ ഇൻസാൻ, ആ സമയത്താണ് നമ്മൾക്ക് വീണ്ടും വിചാരം ഉണ്ടാവുക. ഇന്ന് സ്വർഗത്തിലേക്കുള്ള പാത നമ്മൾ പറഞ്ഞു, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു, അതൊന്നും അംഗീകരിക്കാതെ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തെ നാളെ കൊണ്ടുവന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അല്ലാഹുവിന്റെ മുന്നിൽ ഈ അടിമകൾ തല താഴ്ത്തി നിൽക്കുന്നതാണ്. തലതാഴ്ത്തിയിട്ട് നിൽക്കും. എന്നിട്ട് അല്ലാഹുവിനോട് ആ മനുഷ്യന് ചോദിക്കും, റബ്ബനാ അഖ്രിജ്നാ നിഅമൻ സ്വാലിഹാ, അല്ലാഹുവേ നീ ഞങ്ങളെ ദുനിയാവിലേക്ക് അയച്ചപ്പോ ഞങ്ങൾക്ക് വേണ്ട രൂപത്തിൽ നന്മ ഞങ്ങൾക്ക് ആരാധിക്കാൻ സാധിച്ചില്ല, ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. തെമ്മാടിയായി ഭൂമി ലോകത്ത് ഞങ്ങൾ ജീവിച്ചു റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമയത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ കുടുംബത്തെ നോക്കുന്നതിന്റെ പേര് പറഞ്ഞ് നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ പെടാപ്പാട് പെട്ടിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവോട് നമ്മൾ ഖേദം പ്രകടിപ്പിക്കും. അല്ലാഹുവേ പടച്ചവനെ, ഒന്നുകൂടെ നിന്റെ ഭൂമി ലോകത്തേക്ക് ഞങ്ങളെ പറഞ്ഞേക്കുമോ, ഒന്നുകൂടെ നിന്റെ ഭൂമി ലോകത്തേക്ക് ഞങ്ങളെ പറഞ്ഞേക്കുമോ റബ്ബേ. അങ്ങനെ ഞങ്ങളെ പറഞ്ഞയച്ചാ ഇനി ഞങ്ങൾ തെമ്മാടിത്തരേ പോവില്ല, ഇനി ഞങ്ങൾ കള്ളു കുടിക്കില്ല, ഇനി ഞങ്ങൾ ലഹരി ഉപയോഗിക്കൂല, ഇനി ഞങ്ങൾ മോശപ്പെട്ട പ്രവർത്തനം നടത്തൂല, ഇനി ഞങ്ങൾ നീ പറഞ്ഞതുപോലെ ജീവിക്കുകയുള്ളൂ. അല്ലാഹുവിനോട് നമ്മൾ തല താഴ്ത്തിയിട്ട് പറയും, എന്റെ പ്രിയപ്പെട്ട മകളെ, പടച്ച റബ്ബിന്റെ മുന്നിൽ നിങ്ങളും പറയും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇനി ഞാൻ തല തുറന്ന് നടക്കില്ല അല്ലാഹ്, ഇനി എന്റെ മക്കളെ ഞാൻ മോശപ്പെട്ട വഴിയിലൂടെ സഞ്ചരിപ്പിക്കൂല റബ്ബേ. നീ പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കും, നീ പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കും. ഒന്നുകൂടെ എന്നെ നീ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുമോ? അല്ലാഹ് പറയും, ഇല്ലില്ല, സമയം കഴിഞ്ഞു മോനെ, ഒരു ചാൻസ് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ ചാൻസ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നന്മകള് തിന്മകളും അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കി നോക്കി ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് വെക്കോ, ഒരു വിഭാഗം നരകത്തിലേക്ക് വെക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം മറന്നു പോകരുത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പണികൾ നമ്മൾ എടുക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ നടത്താൻ പാടില്ല. അത് നമ്മുടെ മക്കളാണെങ്കിലും ശരി, നമ്മുടെ കുടുംബത്തിലുള്ളവരായെങ്കിലും ശരി, എല്ലാവരും ഒരുമിച്ച് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എന്തോ ഒരു സുന്ദരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ, ഇരിക്കേണ്ട പൂട്ടേണ്ട അവയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതില്ലറിയേണ്ട. എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ, ആ സ്വർഗത്തിൽ ഉല്ലസിച്ച് ജീവിച്ച് പൂതി തീർക്കാൻ നമുക്ക് സാധിക്കണ്ടേ? ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചതിന് അതിർവരമ്പുണ്ട്. നമ്മുടെ മരണമെത്തുമ്പോ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, സിംഹാസനത്തിനു ചുറ്റു നിന്നവരല്ലേ, നമ്മുടെ ചുറ്റു നിന്നവരെ നമ്മളെ കബറിലേക്ക് പിടിമണ്ണ് വാരിയിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മളെ ഉയർന്നെഴുന്നേൽപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഈ മക്കളുടെ കൈപിടിച്ച് ഭർത്താവിന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തണ്ടേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പണികൾ നമ്മൾ എടുക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. നല്ല മനുഷ്യനായി, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയായി, അവൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ച് അവൻ നമ്മളോട് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നല്ല പെണ്ണായി, നല്ല ഭാര്യയായി, നല്ല ഉമ്മയായി, നല്ല ഉപ്പയായി, നല്ല മക്കളായി നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ലക്ഷ്യം പുൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നു മുഅ്മിനീങ്ങളെ, ഇത്ര നേരം പറഞ്ഞിട്ട് ജീവിതത്തിൽ ചെറിയൊരു മാറ്റം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാറൂലേ? നാളെ നമുക്ക് സ്വർഗത്തിലെത്തണം. ദുനിയാവ് എന്ന് പറയുന്നത് അവസാനിച്ചു. നാളെ സ്വർഗം അവസാനിക്കാത്ത അറ്റമില്ലാത്ത ലോകത്ത്
സന്തോഷത്തോടു കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ജീവിതം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത്. അത് കൃത്യമായി നേടിയെടുക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഇതേപോലെ സദസ്സിൽ ഇവിടെ വന്നിരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ ദിക്റിൽ 45 വർഷക്കാലം ഇവിടെ ദിക്ർ നടത്തുമ്പോൾ ഒരുപാട് കാരണവന്മാർ, പ്രായമായവർ, ഇന്ന് നമ്മുടെ ഈ മുന്നിലെ കസാരയിൽ ഇരിക്കേണ്ട, സ്റ്റേജിൽ ഇരിക്കേണ്ട പല ആളുകളും നാളുടെ ഖബറിന്റെ ചൊട്ടിലാണ്. അള്ളാഹുവിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. കൈപ്പക്കാന്നല്ലോ അവിടെ പറയാം. ഈ വടക്കാവുമ്പോ ചിലപ്പോ വയറൊക്കെ മാറാൻ സാധ്യത. വടക്കന്നല്ലേ പാവക്ക, അത് 5-6 പാവക്ക 3 വെച്ചിട്ട് ഇൻഷാല്ലാ നല്ല നമ്മുടെ ഉണ്ടാക്കിയല്ലേ അപ്പൊ നല്ല പാവക്ക ഉണ്ട്. എല്ലാ ആരെങ്കിലും നല്ലൊരു സംഖ്യക്ക് ഇത് വിളിച്ചെടുക്കാൻ വലിയ സന്തോഷം കേട്ടോ. വലിയൊരു അനുഭവമാണ് ഇത്. മാഷാഅല്ലാ, ഒന്ന് കണ്ടുപഠിക്കും മനുഷ്യൻ. നിങ്ങളായി കുറ്റപ്പെടുത്തല്ല കേട്ടോ. നമ്മുടെ ജീവിതം അങ്ങനെയാണോ അല്ലെ? നേതൃത്വം കൊടുക്കാൻ ഏട്ടൻ, അതിന്റെ പിന്നിൽ നിൽക്കാൻ മറ്റൊരു അനിയൻ, അതിന്റെ പിന്നിൽ നിൽക്കാൻ വേറെ ഞങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഉമ്മ ഉപ്പ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഇത്രയേറെ നല്ല മക്കളെ നിങ്ങൾക്ക് ദുനിയാവിൽ ലഭിച്ചോ. നാളെ ആഖിറത്തിൽ ഈ മക്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കഴിയാൻ ഭാഗ്യം നൽകട്ടെ അല്ലാഹുവേ. ആ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഏർപ്പാടുകൾ ഖൈർ നൽകണേ തമ്പുരാനെ. എന്തോ അനുഭവമാണ് പടച്ച റബ്ബേ. നാളെ സ്വർഗ്ഗത്തിൽ നിന്റെ ഹബീബിന്റെ ചാരത്തിരിക്കാൻ, അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ, അവരോടൊപ്പം സല്ലപിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അവരുടെ ഭാര്യമാർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. മക്കൾക്ക് നീ അനുഗ്രഹം നൽകണേ തമ്പുരാനെ. ഉന്നതമായ സ്ഥാനത്തെത്തിക്കണേ അല്ലാ. ഖൈറായ രൂപത്തിലാക്കണേ റഹ്മാനെ. മക്കൾ മോശപ്പെട്ട വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. വലിയ സന്തോഷം. ബേജാറുണ്ടായിരുന്നു പക്ഷേ ഈ കൈപ്പൊക്കെ കാര്യങ്ങൾ ഇത്രയും വലിയ പൈസക്കൊക്കെ വാങ്ങുമെന്നുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ, ഒരാൾക്കും വെറുതെ ആകില്ല. ഇതെടുത്ത ഞാൻ നല്ല ഉറപ്പുകാരാണ്. എനിക്ക് അത്ര എന്നെ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്റെ പ്രൗഢി കണ്ടിട്ടൊന്നുമല്ല, എനിക്കൊരു ഉറപ്പുണ്ട്. ഇതൊരാൾ വിളിച്ചിട്ടുണ്ട്, ഇതൊന്നുമില്ല, വേറെ ഒന്നുണ്ട്. ഇത് വിളിച്ചതാരാ? അർഷദ വിളിച്ചേ. അല്ലാഹുവേ പടച്ചവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തില് അല്ലാഹുവേ പടച്ചവനെ ഒന്നാമി വരെ മനുഷ്യന്മാരെ. അതിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉറങ്ങുക ഇല്ലല്ലോ. അല്ലാഹു ഖൈറിലാക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഇത് വിളിച്ചെടുത്ത പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും വല്ല അസുഖങ്ങളും ഉണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ്. മാനസികമായ പൈശാചികമായ ഈ സമയത്ത് എത്രയെത്ര അസുഖങ്ങളാണ്. പേര് പോലും കേൾക്കാത്ത, പേര് പോലും അറിയാത്ത പല അസുഖങ്ങളും വരികയാണ്. എപ്പോഴാണ് കുഴഞ്ഞു വീഴുന്നതെന്നറിയില്ല. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, പണ്ടുള്ള ആളുകൾക്കൊക്കെ 110-120 വയസ്സ് വരെ ആയുസ് ഉണ്ടെങ്കിൽ ഇന്ന് 40 കഴിഞ്ഞാൽ കുഴഞ്ഞു വീടും മരിക്കുന്ന വല്ലാത്തൊരസുഖം. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനത്തെ വല്ല അസുഖങ്ങളും ഉണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാഹ്. അവരുടെ ആരോഗ്യം ദീനിനും ഈ കുടുംബത്തിനും നാടിനും ഉപയോഗപ്പെടുത്തണേ റഹ്മാനെ. ആ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ നീ ഇസ്സത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ആവേശത്തെ നാളെ നിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്. ആ പാകും നമുക്ക് വലിയൊരു മുതൽക്കൊട്ട ഒരു 300 പേര്. പ്രിയപ്പെട്ട ജലീല് എന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. ഞാൻ എവിടെ പോവാണെങ്കിലും എന്റെ കൂടെ. എന്റെ മാലിയിലുള്ള ഇപ്പൊ ആദ്യം ഒരു മാലിയിലുണ്ടായിരുന്നു, കാര്യമ്പാടി മാലിയിലുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ സുണ്ടമാലിയിലാണ്. ഏതാവശ്യത്തിനും എന്താവശ്യത്തിനും വിളിച്ചാൽ ഉസ്താദേ ഞാനുണ്ട് എന്ന് പറഞ്ഞ എന്റെ കൂടെ വരുന്ന എന്റെ പ്രിയപ്പെട്ട ജലീൽ. അല്ലാഹുവേ, ആ ജലീലിന്റെ എല്ലാ ജീവിതത്തിലെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. 2 പെൺകുട്ടികളുണ്ട്. ആ ഉപ്പാക്ക് ഉമ്മാക്ക് ഉപകാരമുള്ള നല്ല മക്കളാക്കി അല്ലാഹു മാറ്റട്ടെ. അത് ഏർപ്പാടുകളിൽ അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പിതാവിന് അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആകട്ടെ. അദ്ദേഹത്തിന്റെ ഏർപ്പാടുകളിൽ അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കും. 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. ആരാണ് ചോദിക്കുന്നത്? പടച്ചറ ഉത്തരം തരണം.
ഇത്രയും നല്ല ബർക്കത്താക്കപ്പെട്ട സദസ്സാണ്. മറ്റുള്ള ചിന്തകളൊക്കെ മനസ്സിൽ മാറ്റിവെക്കുക. അല്പം തുറക്കണുള്ളൂ. ആത്മാർത്ഥമായി, ഞാനോ അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടൊന്നുമല്ല, ഇതിൽ ഒരുപാട് പാവപ്പെട്ട കാരണന്മാർ, പ്രായമായ ബുദ്ധിമുട്ടുള്ള എല്ലാ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ആമീൻ പറ. അല്ലാഹനെ കണ്ടിട്ട് ആമീൻ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ آله وصحبه وسلم. اللهم اوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا محمد. وقنا ربنا شر ما قضيت. അർഹമർ റഹീമായ രാജസയ്യിദായ പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ പാപികളാണ്, ദോഷികളാണ് അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തു നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ചെയ്തത് തെറ്റാണെന്ന ബോധ്യത്താൽ നിന്നാണ് നിന്നോട് ചോദിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. പുറക്കലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവൻ നീയാണല്ലോ റബ്ബേ. നീയല്ലാതെ മറ്റാരോട് ഞങ്ങൾ ചോദിക്കാനാണ്? അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചവനെ, വിവാഹപ്രായമായവരുണ്ട്, അനുയോജ്യമായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകി സന്തോഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ നാട്ടിൽ ഒരുപാട് പ്രവാസികൾ വീടില്ലാണ്ട്, കുടുംബമില്ലാണ്ട്, മക്കളില്ലാണ്ട്, അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി പണിയെടുക്കുന്ന പ്രവാസികൾ, അല്ലാഹുവരുടെ ജോലിയിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ മഹല്ലത്തിൽ എന്തോര് ഭാഗ്യവാന്മാരാണ് ഈ മഹല്ലത്തിലുള്ളവർ. ഒരുപാട് ചെറുപ്പക്കാർ, മറ്റൊരു സദസ്സിലും കാണാത്ത ഒരുപാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഈ സദസ്സിന് വേണ്ടി, അല്ലാഹുവേ ഈ വാർഷികത്തിന് വേണ്ടി, അല്ലാഹുവേ പണിയെടുത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അല്ലാഹുവേ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ആരൊക്കെ അവരെ കുറ്റപ്പെടുത്തിയാലും അല്ലാഹുവേ ഈ ചെറുപ്പക്കാര്, അല്ലാഹുവേ നിന്നെ സ്നേഹിക്കുന്നവരാണ്. അവരെ എന്തൊക്കെ പറഞ്ഞ ആരൊക്കെ മോശപ്പെടുത്തിയാലും നിന്നോട് സ്നേഹമുള്ളവരാണ്. നിന്റെ ഹബീബിനെ ഖൽബിൽ കൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ നാളെ സ്വർഗ്ഗത്തിൽ ചെറുപ്പക്കാർക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട ഒരുപാട് ഇടങ്ങളുണ്ട്. അവിടെ നീ അവരെ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, നാട്ടിൽ ഒരുപാട് കാരണവന്മാര്, പ്രായമായവർ, ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കുളിരുന്ന ഈ രാത്രിയിൽ, തണുക്കുന്ന ഈ രാത്രിയിൽ പടച്ച റബ്ബേ, കൈകൾ കെട്ടി ചെവിയടച്ച് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രായമായ ഒരുപാട് കാരണവന്മാർ, അല്ലാഹുവേ ഞങ്ങളുടെ നാടിന്റെ നെടും തൂണാണ്. പ്രിയപ്പെട്ടവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഇതിന്റെ കമ്മിറ്റി പ്രവർത്തകന്മാർക്ക് നീ ഖൈർ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഏത് പരിപാടി വെച്ചാലും അതിന് സജീവമായി പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, അല്ലാഹുവേ പകരം നീ അവരുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ നാളെ സ്വർഗ്ഗത്തിൽ തലയുയർത്തി നടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരൊക്കെയുണ്ട് അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. കാണാത്ത ഡോക്ടർമാരില്ല, കയറാത്ത ആശുപത്രികളില്ല, പടച്ചറബ്ബേ കുടിക്കാത്ത മരുന്നുകളില്ല. നീ വിചാരിക്കാതെ ഒരു രോഗവും ശിഫയാവില്ല റഹ്മാനെ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. ഈ മഹല്ലത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഒരുപാട് ഉസ്താദന്മാരും അതുപോലെ ഒരുപാട് നല്ല ഈമാനുള്ള മനുഷ്യന്മാരുണ്ട്. അല്ലാഹുവേ ഇവിടുത്തെ ഉസ്താദന്മാർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ ഇൽമിലൊക്കെ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ദുആകൾ ഖബൂലാക്കണേ അല്ലാഹ്. നീ തട്ടി മാറ്റല്ല റഹ്മാനെ, നീ വെറുതെ ആക്കല്ല അല്ലാഹ്. കരുണക്കടലേ പടച്ച റബ്ബേ, നിന്നോടല്ലാണ്ട് ഞങ്ങൾ മറ്റാരോട്
ചോദിക്കാനാണ് റഹ്മാനെ. അവസാനം ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മരണം നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു മരണം കഴിഞ്ഞ് ഖബറിലേക്ക് വരുമ്പോൾ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ഖബർ കഴിഞ്ഞ് നെഞ്ചിലേക്ക് വരുമ്പോൾ സ്വർഗ്ഗത്തിലാക്കണേ അല്ലാഹ്. ഈ തണുപ്പത്തും ഇത്രയേറെ സമയം ഒഴുകിയിട്ടും ഒരു മുഷിപ്പും ഇല്ലാണ്ട് ഒരു പ്രയാസം ഇല്ലാണ്ട് വളരെ ആവേശത്തോടു കൂടെ ആത്മാർത്ഥമായി ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ നെഞ്ചിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുമ്പോൾ ഞങ്ങളെ ഹൈബായി മടക്കല്ല റഹ്മാനെ. നീ ഞങ്ങളെ കൈവടിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എവിടേക്ക് പോകാനാണ് അല്ലാഹ്? എന്നോടല്ലാണ്ട് ഞങ്ങൾ വേറെ ആരോട് ചോദിക്കാനാണ് റഹ്മാനെ? നീ പറഞ്ഞത് എന്നോട് ചോദിക്കാനാണ്. ഞങ്ങൾ ചോദിച്ചു, നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹു നീ ഞങ്ങളെ വെറുതെയാക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കണ്ടില്ലെന്ന് വെക്കല്ല റഹ്മാനെ. നീ ഞങ്ങളെ അറിഞ്ഞില്ലെന്ന് വെക്കല്ല തമ്പുരാനെ. അവിസാദുക്കളായ മുഅ്മിനീങ്ങൾ പാവങ്ങളാണ് റബ്ബേ. അല്ലാഹു നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ ഖൈറിലാക്കണേ അല്ലാഹ്. ഈ സമയം നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതൊക്കെ ജീവിതത്തിൽ പകർത്താനും ഉപയോഗപ്പെടുത്താനും ഭാഗ്യം നൽകണേ റഹ്മാനെ. നാളെ അല്ലാഹുവേ ഇതേപോലെ നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ചോദിച്ചത് നൽകണേ അല്ലാഹ്. പൊട്ടിയ വാതിൽ തുറക്കപ്പെടണേ റബ്ബേ. മറ്റൊരു വാതിലിൽ പോയി കൊട്ടാൻ ഞങ്ങൾക്ക് വാതിലില്ല റബ്ബേ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وارحمنا ولوالدينا رب ارحمهم كما ربونا صغارا. حسبنا الله ونعم الوكيل نعم المولى ونعم النصير لا حول ولا قوة الا بالله عليه توكلت اليه انيب. അല്ലാഹുവേ പടച്ചവനെ ഇതിലേക്ക് ബക്കറ്റ് പോയി ആ ബക്കറ്റിൽ സ്വതക്ക നിക്ഷേപിച്ചവരുണ്ട്. ഇവിടുത്തെ കൈപ്പൊക്കെ വിളിച്ചെടുത്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. പകരം ഞാനൊന്നും ചോദിക്കുന്നില്ല. പറഞ്ഞതൊക്കെ നൽകണേ അല്ലാഹ്. വേണ്ടാന്ന് പറഞ്ഞതൊന്നും നൽകല്ല റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല